for mercy on himself and on Zion. ഒരു അരിഷ്ടൻ്റെ പ്രാർത്ഥനയാണ്. ഈ അരിഷ്ടൻ എന്ന് പറയുമ്പം അവനൊത്തിരി വേദന കൊണ്ട് ഞരങ്ങി ആരോടും ഒന്നും ഷെയർ ചെയ്യാനൊക്കാത്ത, ആരിൽ നിന്നും കാര്യമായിട്ടൊന്നും പ്രതീക്ഷിക്കാനില്ലാതിരിക്കുന്ന അവസ്ഥയിലുള്ള ആ അവസ്ഥയാണ്. കർത്താവിനോട് പ്രാർത്ഥിക്കുക, ദൈവത്തോട് പ്രാർത്ഥിക്കുക കരുണയ്ക്ക് വേണ്ടി. പ്രൈസ് ഗാഡ്. അവൻ ക്ഷീണിച്ച് യഹോവയുടെ മുൻപാകെ മാനസികമായി തളർന്ന് ക്ഷീണിച്ചിരിക്കുന്ന സമയത്തെ ഒരു പ്രാർത്ഥനയാണ് ഇവിടെ പറയുന്നത്. യഹോവേ, എൻ്റെ പ്രാർത്ഥന കേൾക്കണമേ, എൻ്റെ നിലവിളി തിരുസന്നിധിയിൽ വരുമാറാകട്ടെ. നാം ദൈവസന്നിധിയിൽ കരയാറുണ്ട്, പക്ഷെ നാം എപ്പോഴും ഈ വാക്ക് പറയാൻ മറന്നു പോകാറുണ്ട്. കർത്താവേ, എൻ്റെ കരച്ചിൽ കാണണമേ, എൻ്റെ നിലവിളി ശ്രദ്ധിക്കണമേ. നാം ഈ വാക്ക് പറയാൻ മറന്നു പോവുക. എന്നിട്ട് നാം മറക്കുന്ന വേറൊരു വാക്കാണ്, കർത്താവേ, എൻ്റെ ഈ പ്രാർത്ഥന കേൾക്കണമേ. ദൈവം ആഗ്രഹിക്കുന്നത് ഭക്തന്മാർ പറഞ്ഞതൊക്കെ, കർത്താവേ, എൻ്റെ ഈ പ്രാർത്ഥന കേൾക്കണമേ, എൻ്റെ ഈ യാചനയുടെ ശബ്ദം ഒന്ന് ശ്രദ്ധിക്കണമേ. മറ്റൊരു ഭാഗത്ത് പറയുമ്പോൾ, നീ ദൂരത്ത് നിൽക്കരുതേ. ദൈവത്തിന് സ്തോത്രം. ഇതൊക്കെ കേൾക്കുമ്പം മനസ്സിൽ നിന്ന് ദൈവം അടുത്തു വരുന്ന ദൈവമാണ്. സോ എങ്ങനെ കർത്താവായ ദൈവത്തെ പ്ലീസ് ചെയ്യാൻ പറ്റുമോ, ആ വാക്കുകളൊക്കെ നാം ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുമ്പോഴും അല്ലാത്തപ്പോഴും ഒക്കെ ഉപയോഗിക്കണം. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. 11-ാം വാക്യം പറയുന്നത്, എൻ്റെ ആയുസ് ചാഞ്ഞു പോകുന്ന ഒരു നിഴൽ പോലെയാകുന്നു. മൈ ഡേയ്സ് ആർ ലൈക്ക് എ ലെങ്തൻഡ് ഷാഡോ. പ്രൈസ് ഗാഡ്. ആൻഡ് ഐ വിതർ അവേ ലൈക്ക് ഗ്രാസ്. ചാഞ്ഞു പോകുന്ന ഒരു നിഴൽ പോലെയാണ്, ഞാൻ പുല്ലുപോലെ ഉണങ്ങിപ്പോകുന്നു. അധികം ആയുസില്ലെന്ന് വ്യക്തമായി അറിയാമെന്നൊരു ഭക്തനാണ് ഈ പ്രാർത്ഥന താൻ പ്രാർത്ഥിക്കുമ്പം പറയുന്നത്. എൻ്റെ ആയുസ് ചാഞ്ഞു പോകുന്ന നിഴൽ പോലെയാണ്, ഞാൻ പുല്ലുപോലെ ഉണങ്ങിക്കൊണ്ടിരിക്കുക. സ്തോത്രം, ഹല്ലേലൂയ. എന്നാൽ നീയോ യഹോവേ എന്നേക്കും ഉള്ളവൻ, നിൻ്റെ നാമം തലമുറ തലമുറയായി നിൽക്കുന്നു. ഞാൻ പുല്ലുപോലെ ഉണങ്ങിപ്പോയാലും എൻ്റെ തലമുറകളുടെ മേൽ നിൽക്കുന്ന ഒരു ദൈവത്തിൻ്റെ വചനമുണ്ട്. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. ഒരു പക്ഷെങ്കിൽ വാക്തത്വം എനിക്ക് ലഭിച്ചില്ലെങ്കിലും എൻ്റെ തലമുറ അനുഭവിക്കും. പ്രൈസ് ഗോഡ്. കാരണം നിൻ്റെ വാക്തത്വം തലമുറ തലമുറയായിട്ടുണ്ട്. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. എന്നിട്ട് അതിൻ്റെ 24-ാം വാക്യം പറയുന്നത്, എൻ്റെ ദൈവമേ, എൻ്റെ ആയുസ്സിൻ്റെ മധ്യത്തിൽ എന്നെ എടുത്തു കളയരുതേ. പിന്നെ നിൻ്റെ സംവത്സരങ്ങൾ, വർഷങ്ങൾ തലമുറ തലമുറയായി ഇരിക്കുന്നുവല്ലോ. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. ആയുസ്സിൻ്റെ മധ്യത്തിൽ എടുത്തു കളയുവാൻ പലപ്പോഴും ദുഷ്ടൻ പരിശ്രമിച്ചിട്ടുണ്ട്, പക്ഷേ കർത്താവ് അത് സമ്മതിച്ചിട്ടില്ല. നമ്മെ ഇത്രത്തോളം നിർത്തി പരിപാലിച്ച് നമ്മളെ ഈ ഒരു സമയത്തും ഒരു ദിവസം കൂടെ വന്ന് കർത്താവിൻ്റെ മുഖം കാണുവാൻ, അവൻ്റെ സാന്നിധ്യം അനുഭവിപ്പാൻ കർത്താവ് നമ്മെ കൊണ്ടതിനെ ഓർത്ത് നാം ഇന്ന് രാത്രി ഒത്തിരി സന്തോഷമുള്ളവരായിരിക്കണം. ആയിരിക്കുന്നവർക്കായി ഞാൻ സ്തോത്രം ചെയ്യുന്നു. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. ഒത്തിരി ദുഃഖമുണ്ടെങ്കിലും പ്രയാസമുണ്ടെങ്കിലും ദാറ്റ് ഈസ് നോട്ട് അവർ കൺസേൺ. അതല്ല നമ്മുടെ പ്രശ്നം. ദൈവത്തിന് സ്തോത്രം. കാരണം നാം ഇന്നലെ രാത്രി കേട്ടതുപോലെ, എൻ്റെ ആത്മാവേ, നീ എന്തിനാ ഈ വിഷാദിച്ചിങ്ങനെ ഇരിക്കുന്നത്? നീ ദൈവത്തിൽ പ്രത്യാശ വയ്ക്ക്. ഇന്ന് പകൽക്കാലവും ഇന്ന് രാത്രി കാലവും നമുക്ക് വീണ്ടും പറഞ്ഞ് ബലപ്പെടാം. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. നാം കഴിഞ്ഞ ആഴ്ചയിൽ ദൈവവചനം അല്പമായി ചിന്തിപ്പാൻ തക്കവണ്ണമിടയായി. നിങ്ങളെല്ലാവരും അത് ഓർക്കുന്നുവെന്ന് ഞാൻ കർത്താവിൽ വിശ്വസിക്കുന്നു. അതിൻ്റെ സെക്കൻഡ് പാർട്ടാണ് ഇന്ന് പറയുവാൻ പോകുന്നത്. ഹല്ലേലൂയ. വായിച്ചത് ഉൽപ്പത്തി പുസ്തകം 39-ാം അധ്യായത്തിൻ്റെ 2-ാമത്തെ വാക്യമായിരുന്നു. യഹോവ യോസഫിനോട് കൂടെ ഉണ്ടായിരുന്നത് കൊണ്ട്, the Lord was with Joseph, so he became a successful man. Praise God, hallelujah. സക്സസ്ഫുൾ മാനെ കുറിച്ച് നമ്മൾ കേട്ടു. പ്രൈസ് ഗാഡ്.
നാം യോസഫിനെക്കുറിച്ച് വ്യക്തമായി കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നാം കഴിഞ്ഞ ആ ഭാഗങ്ങൾ കേട്ടു. അതിനുശേഷം സക്സസ്ഫുൾ ആകാൻ തക്കവണ്ണം സാംസ് 1 ഒന്നാം സങ്കീർത്തനത്തിലേക്ക് നാം നമ്മുടെ ശ്രദ്ധയെ തിരിപ്പാൻ തക്കവണ്ണം ഇടയായി. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. സഹോദരന്മാർ തള്ളിക്കളഞ്ഞിരുന്നു, സ്തോത്രം, അടിമയായി വിറ്റു, അതിനുശേഷം തെറ്റായ രീതിയിലൊക്കെ കുറ്റപ്പെടുത്തി, തടവിൽ ആയിരുന്ന സമയത്ത് കൂടെ ഉണ്ടായിരുന്നവർ മറന്നുപോയി. പക്ഷെങ്കിലും ദൈവഭയമുള്ളവനായതുകൊണ്ടും ദൈവത്തെ ബഹുമാനിക്കുന്നവനായതുകൊണ്ടും അവനെ ദൈവം ഒരു സക്സസ്ഫുൾ മാനായിട്ട് എണ്ണുവാൻ തക്കവണ്ണം ഇടയായി. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. ദൈവത്തിന് മഹത്വം. രണ്ടാമത്തെ ഒരു വ്യക്തിയാണ്, സ്തോത്രം, ഹല്ലേലൂയ, നാം കഴിഞ്ഞ ആഴ്ച പറഞ്ഞു നിർത്തിയത്, തുടങ്ങിയില്ല, ജോഷുവ. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. സക്സസ്ഫുൾ മാൻ. എങ്ങനെയാണെന്നറിയാമോ ജോഷുവ സക്സസ്ഫുൾ മാനായിട്ട് ദൈവസന്നിധിയിലായത്? ഹി ഒബൈസ് ഗാഡ് കംപ്ലീറ്റ്ലി. മുഴുവനുമായിട്ട്, പൂർണ്ണമായിട്ട് യോശുവ മോശയ്ക്ക് ശേഷം ഇസ്രായേലിനെ നയിപ്പാൻ ദൈവം തിരഞ്ഞെടുത്ത ഒരു വ്യക്തിയായിരുന്നു. ദൈവം അവനോട് പറഞ്ഞില്ല, നിനക്ക് ഞാനൊരു സുഖകരമായ ജീവിതമൊക്കെ തരാം, നിൻ്റെ കാര്യങ്ങളൊക്കെ ഞാൻ നോക്കിക്കോളാം, നിനക്കൊരു പ്രശ്നമൊന്നും ഉണ്ടാകത്തില്ല. ഇങ്ങനെയല്ല, ഇങ്ങനെയൊന്നും ദൈവം പറഞ്ഞതായിട്ട് അവിടെ കാണുന്നില്ല. സ്തോത്രം. പകരം ദൈവം അവനോട് ആവശ്യപ്പെട്ടത് അനുസരണമുള്ള ഒരു ജീവിതമാണ് ദൈവം അവനോട് ആവശ്യപ്പെട്ടത്. പ്രൈസ് ഗോഡ്. ദൈവത്തെ ഒബൈ ചെയ്യുവാൻ, അനുസരിക്കുവാൻ നമ്മൾ ദൈവമക്കൾ പൂർണ്ണമായിട്ട് തയ്യാറായി കഴിഞ്ഞാൽ, പാർഷ്യലി അല്ല കേട്ടോ, സ്തോത്രം, സാഹചര്യം വരുന്നത് പോലെയല്ല, പൂർണ്ണമായിട്ട് കഷ്ടതയിലും ദുഃഖത്തിലും സങ്കടത്തിലും സന്തോഷത്തിലും സകലതും ദൈവത്തെ മാത്രം നാം പ്രസാദിപ്പിക്കുവാൻ തക്കവണ്ണം തയ്യാറാണെങ്കിൽ, നമ്മോട് സംസാരിക്കുകയും നമ്മെ കരുതുകയും ചെയ്യുന്ന ഒരു ദൈവമുണ്ട്, നമ്മുടെ ജീവിതത്തിൽ സക്സസ്ഫുള്ളായിത്തീരും. പ്രൈസ് ഗാഡ്. സക്സസ്ഫുളിൻ്റെ കുറേ ബേസിക് കാര്യങ്ങളുണ്ട്. ഒന്ന്, ഫെയ്ത്ത്ഫുള്ളായിരിക്കണം. 2, ഒബീഡിയൻസ് ആയിരിക്കണം. പ്രൈസ് ഗാഡ്, ഹല്ലേലൂയ. ഫെയ്ത്ത്ഫുള്ളും ഒബീഡിയൻസും ഉണ്ടെന്നുണ്ടെങ്കിൽ കാര്യങ്ങളൊക്കെ സക്സസ് ആയിത്തീരും. മിനിമം ഇത്രയെങ്കിലും ക്വാളിഫിക്കേഷൻ ഒരു ദൈവവൈതലിൻ്റെ ജീവിതത്തിലുണ്ടെങ്കിൽ ദൈവത്തിൻ്റെ മുൻപാകെ നാം സക്സസ്ഫുള്ളാണ്. പ്രൈസ് ഗാഡ്. മനുഷ്യൻ നമ്മളെ ഒരു പക്ഷെങ്കിൽ എന്തൊക്കെ പഴി പറഞ്ഞാലും, ഞാനൊരു കാര്യം ചോദിക്കട്ടെ, കഴിഞ്ഞ ആഴ്ച നാം ഇവിടുന്ന് ആ വചനം കേട്ട് പോയ ശേഷം എത്ര പേര് സ്വയമേ ഒന്ന് എക്സാം ചെയ്ത് നോക്കി, ആം ഐ സക്സസ് മാൻ? സ്തോത്രം. ചെയ്യാത്തവർ ദയവായി അത് ചെയ്യണം, എക്സാം ചെയ്യണം കേട്ടോ. ആം ഐ സക്സസ്ഫുൾ? ഏത് രീതിയിലാണ്? ആരുടെയെങ്കിലും വാക്ക് കേട്ട് പെട്ടെന്ന് നമ്മൾ അപ്സെറ്റായിട്ട്, കോപം മൂലമോ നിരാശ മൂലമോ പ്രയാസം മൂലമോ ഗീവപ്പ് ചെയ്യുന്നതാണോ സക്സസ് മാൻ്റെ ക്വാളിറ്റി? പ്രൈസ് ഗാഡ്. സാഹചര്യമുള്ളതുപോലെ ദൈവമേ ദൈവമേ എന്ന് പറയുന്നതാണോ ക്വാളിറ്റി? അല്ല. നീ ഏത് സാഹചര്യത്തിലും, നിന്നെ ആര് വെറുത്താലും, അന്നേരം നമ്മൾ ഓർക്കേണ്ട ഒരു ചിലരുണ്ട്, ഈ പറയപ്പെടുന്ന ചിലർ. യോസഫിനെ ഓർക്കണം, 1-ാം സങ്കീർത്തനം ഓർക്കണം, യോശുവയെ ഓർക്കണം. പ്രൈസ് ഗാഡ്, ഹല്ലേലൂയ. ആർക്കും ദൈവം വലിയ പ്രോമിസ്, നിന്നെ നല്ല രീതിയിലൊക്കെ ഞാൻ നടത്തും, നീ എപ്പോൾ പ്രശ്നം ഉണ്ടായാലും ഞാൻ നിന്നോട് കൊണ്ടൊന്നും പറഞ്ഞിട്ടില്ല. സ്തോത്രം, ഹല്ലേലൂയ. കുറേ പേരെ നമുക്കറിയാം വചനത്തിൽ. ഞാൻ അവരുടെ പേരുകളടുത്ത് ആ ഒരു വിഷയത്തിലേക്ക് പോകുന്നില്ല. എങ്കിലും നമ്മുടെ ഓർമ്മയിലുള്ളതിനെ ഒന്ന് അവൈക്ക് ചെയ്യുന്നതെന്ന് മാത്രമേ ഉള്ളൂ. മോശ, തന്നോട് ദൈവം ഒരിക്കലും ചെങ്കടലുള്ള കാര്യം പറഞ്ഞില്ല. സ്തോത്രം. ദാനിയേലിനോട് സിംഹക്കുഴി ഉണ്ടെന്ന് പറഞ്ഞില്ല. യോസഫിനോട് പൊട്ടക്കിണറുണ്ടെന്ന് പറഞ്ഞില്ല. അങ്ങനെ പലതും 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 ജീവിതത്തിൽ ദൈവം വെളിപ്പെടുത്തണമെന്നില്ല. എന്താ ദൈവമേ എന്നോട് സംസാരിക്കാമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ദൈവത്തിനൊന്നേ പറയാനുള്ളൂ, ഐ വാണ്ട് ടു ടെസ്റ്റ് യു. ഞാൻ നിന്നെ പരിശോധിക്കാൻ ആഗ്രഹിക്കുക. നിനക്കുള്ള എന്നോടുള്ള സ്നേഹം എവിടെ? പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. ചിലരൊന്ന് വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ ദേ ഡോണ്ട് കെയർ, വിളിക്കാറില്ല, അത് വരുമ്പം വരും. എന്നാൽ ചിലരുണ്ട്, വീട്ടിൽ നിന്ന് ഇറങ്ങി 10 മിനിറ്റ് ആകും മുതൽ വിളിക്കും, എവിടെ എത്തി, എവിടെയാ, എപ്പോൾ വരും? ഇതിൽ രണ്ടിലേതാ നമ്മൾ ഇഷ്ടപ്പെടുന്നേ? ഇറങ്ങുമ്പോഴേ വിളിക്കുന്നതല്ല ഞാൻ പറയുന്നത്, എങ്കിലും നമ്മളെ ഭവനത്തിൽ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന ഒരു വ്യക്തി ഉണ്ട് എന്നറിയുന്നതല്ലേ
എപ്പോഴും നാം ആഗ്രഹിക്കുന്നത്? പോയാൽ എപ്പോഴേലും കയറി വരും എന്ന് പറയുന്നതാണോ കൂടുതൽ താല്പര്യപ്പെടുന്നത്? അതോ നമ്മളെ ഇടയ്ക്കൊന്ന് അന്വേഷിച്ച് എവിടെയാ എന്ന് ചോദിക്കുന്നതാണോ? സ്തോത്രം. ഏതാ നാം താല്പര്യപ്പെടുന്നതെന്നേ? അതുപോലെ അങ്ങനെയെങ്കിൽ പ്രൈസ് ഗോഡ്, എൻ്റെ ദൈവം ആഗ്രഹിക്കുന്നത് നീ ഓരോ സമയത്തും ദൈവത്തോട് സംസാരിക്കുന്നത് ദൈവം കേൾക്കാൻ ആഗ്രഹിക്കുക. നാം ഓരോ സമയം ദൈവത്തോട് സംസാരിക്കുന്നത് നമ്മുടെ ദൈവം കേൾക്കുവാൻ ആഗ്രഹിക്കുക. യോശുവയുടെ പുസ്തകം 1-ാം അധ്യായത്തിൻ്റെ 8-ാം വാക്യം, ഈ ന്യായപ്രമാണ പുസ്തകത്തിലുള്ളത് ഇത് ഈ യോശുവയോട് ശക്തമായി പറഞ്ഞൊരു വാക്കാണ്. എല്ലാം പറഞ്ഞിട്ടും ദൈവം പറഞ്ഞ ചില വാക്കുകൾ ഒന്നാണ്, ഈ ന്യായപ്രമാണത്തിൽ പറഞ്ഞ ഒന്നും നിൻ്റെ വായിൽ നിന്ന് നീങ്ങിപ്പോകരുത്. നീ അതിൽ എഴുതിയിരിക്കുന്നത് പോലെയൊക്കെയും നീ പ്രമാണിക്കണം, പ്രാക്ടിക്കലായിരിക്കണം. നിൻ്റെ ജീവിതത്തിൽ ഒരു പ്രാക്ടിക്കൽ ലൈഫില്ല, തിയറി കൊണ്ട് മാത്രം നടക്കരുത്. നിൻ്റെ ജീവിതത്തിൽ പ്രാക്ടിക്കൽ ലൈഫായിരിക്കണം. അത് എപ്പോഴാണ് നീ പ്രാക്ടിക്കൽ ആകേണ്ടതെന്നറിയാമോ? നോട്ട് സീസണൽ പ്രാക്ടിക്കൽ. അവസരം വരുമ്പോഴും സാഹചര്യം ലഭിക്കുമ്പോഴും അല്ല നീ പ്രാക്ടീസ് ചെയ്യേണ്ടത്. രാവും പകലും അത് നീ പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കണം. പ്രൈസ് ഗാഡ്. എന്നാൽ നിൻ്റെ പ്രവൃത്തി സാധിക്കും. ഹല്ലേലൂയ. ഞാൻ പലപ്പോഴും ഇതൊക്കെ വായിക്കുമ്പോൾ എന്നോട് തന്നെ ചോദിക്കുന്ന ഒരു കാര്യമുണ്ട്, ഈ ദൈവത്തോട് അടുക്കാതിരിക്കുന്നവരുടെയൊക്കെ കാര്യങ്ങൾ സാധിക്കുന്നില്ലേ? സാധിക്കുന്നുണ്ട്. ഈ വചനം വായിക്കാത്തവരുടെ കാര്യങ്ങൾ സാധിക്കുന്നില്ലേ? സാധിക്കുന്നുണ്ട്. സ്തോത്രം. ഹല്ലേലൂയ. അവരുടെ എല്ലാ കാര്യങ്ങളും സാധിക്കാറുണ്ടല്ലേ? അവരുടെ ആപ്ലിക്കേഷൻ അക്സെപ്റ്റ് ചെയ്യാറുണ്ട്. അവരെ ഇൻ്റർവ്യൂവിന് വിളിച്ച് അവരെ എടുക്കാറുണ്ട്. അവന് ദൈവവും വേണ്ട, ദേവനും വേണ്ട, വേദപുസ്തകവും വേണ്ട, വായിക്കാറുമില്ല, സഭയുമില്ല, അവന് ആ ജാതിയുമില്ല, മതവുമില്ല. സോ അതും ഇതുമായിട്ട് നോക്കുമ്പോൾ എന്താ, അങ്ങനെയുള്ളവർക്ക് മാത്രമേ ദൈവം ഒരു കാറ്റഗറി പറഞ്ഞിട്ടുള്ളൂ? യെസ്. ദൈവമക്കളെ, നാം നന്മ ലഭിക്കുന്നത് കൊണ്ടല്ല നമ്മുടെ കർത്താവിൻ്റെ സ്നേഹത്തെ അളക്കേണ്ടത്. നമ്മുടെ പ്രാർത്ഥനകൾക്ക് മറുപടി ലഭിച്ചു, നമുക്ക് ഒരു സെൽഫ് സാറ്റിസ്ഫാക്ഷൻ ഉണ്ടായതുകൊണ്ട് മൈ ഗോഡ് ഈസ് ഗുഡ്. നോ, അങ്ങനെയല്ല നാം ചിന്തിക്കേണ്ടത്. അങ്ങനെ ചിന്തിക്കുന്നെങ്കിൽ നമ്മളിൽ കുറച്ചും കൂടെ ദൈവസാന്നിധ്യം അറിയാനുണ്ട്, അത് പകരാനുണ്ട്. സ്തോത്രം. നമ്മുടെ കഷ്ടതയിലും ഇല്ലായ്മയിലും നിന്നെ ആരുപേക്ഷിച്ചാലും ദൈവത്തിന് സ്തോത്രം, ഞാൻ എൻ്റെ ക്രിസ്തുവിൻ്റെ സന്നിധിയിൽ വിശ്വസ്തനായിരിക്കുന്നു തോന്നുന്ന ആ ദൈവം ആഗ്രഹിക്കുന്നത്. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. സാഹചര്യങ്ങൾ വരുന്നതനുസരിച്ച് നമ്മുടെ ആത്മീയ ജീവിതത്തെ കൊണ്ടുപോകാൻ നമ്മുടെ ദൈവം ആഗ്രഹിക്കുന്നില്ല. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. അവിടെ പറയുന്നത്, നീ അത് വിട്ട് അതിൻ്റെ 1:7 സ്തോത്രം. യോശുവ 1:7, എൻ്റെ ദാസനായ മോശ നിന്നോട് കൽപ്പിച്ചിട്ടുള്ള ന്യായപ്രമാണമൊക്കെയും അനുസരിച്ച് നടക്കേണ്ടതിന് നീ നല്ല ഉറപ്പും സ്തോത്രം. ഹല്ലേലൂയ. ശ്രദ്ധിക്കണേ, എൻ്റെ ദാസനായ മോശ നിന്നോട് കൽപ്പിച്ചിട്ടുള്ള സ്തോത്രം വചനപ്രകാരം നീ അനുസരിച്ച് നടക്കേണ്ടതിന് നീ നല്ല ഉറപ്പും ധൈര്യം. കാരണം നീ ചഞ്ചലപ്പെട്ടു പോകുവാൻ, ഭീതിപ്പെട്ടു പോകുവാൻ ഒക്കെ സാഹചര്യങ്ങളുണ്ട്. ദൈവം മുന്നമേ പറയുക, നീ ധൈര്യമുള്ളവനായിരിക്കണം, ഉറപ്പുള്ളവനായിരിക്കണം. പ്രശ്നങ്ങൾ വരും, ജയം ചിലപ്പോൾ നിനക്ക് ഹല്ലേലൂയ തോൽവിയായി തോന്നുന്നു വന്നേക്കാം, പക്ഷേ നീ ഉറപ്പുള്ളവനായിരിക്കണം. ഹല്ലേലൂയ. എന്നിട്ട് പറയുന്നു, നീ ചെല്ലുന്നിടത്തൊക്കെയും അത് വിട്ട് നീ ഇടത്തോട്ടോ വലത്തോട്ടോ മാറരുത്. പക്ഷെ ഇന്ന് പല ദൈവമക്കളെന്ന് പറയുന്നവരും സാഹചര്യം കിട്ടുന്നതനുസരിച്ച് ഇടത്തോട്ടും വലത്തോട്ടും മുന്നോട്ടും പുറകോട്ടും ഒക്കെ പോയിക്കൊണ്ടിരിക്കുമല്ലേ? എന്നെ കേൾക്കുന്ന ദൈവമക്കളോട് ഞാൻ പറയട്ടെ, കർത്താവിൻ്റെ വചനം അത് ആഗ്രഹിക്കുന്നില്ല. നീ ദൈവസന്നിധിയിൽ വിശ്വസ്തനായിരിക്കാൻ ആ ദൈവം ആഗ്രഹിക്കുന്നത്. ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം. ഞാൻ ചോദിക്കട്ടെ, ഞാനത് പറയുമ്പം ചിന്തിക്കുന്നു, നമ്മുടെ അയ്യത്ത് നമ്മളൊരു വാഴ വെച്ചു, ആ വാഴ കിളിക്കുന്നില്ല, അല്ലെങ്കിൽ കിളിച്ചിട്ട് അതിന് ഫലമില്ലെങ്കിൽ നമ്മളിതിനെ പിഴുതുകൊണ്ട് അയലോക്കത്തെ വസ്തു കൊണ്ട് ആരെങ്കിലും നട്ടതായിട്ട് കേട്ടിട്ടുണ്ടോ? അയലോക്കത്തെ ഒരു വസ്തുവിൻ്റെ അകത്ത് നമ്മുടെ വാഴ അല്ലെങ്കിൽ നമ്മുടെ മാങ്ങ, നമ്മുടെ മാവ് അല്ലെങ്കിൽ എന്തെങ്കിലും ഉള്ളത്, വി ആർ നോട്ട് ടു പ്ലാന്റ് ഇൻ സമ്മൺ എൽസ് ലാൻഡ്. അവരുടെ പ്രോപ്പർട്ടി ചെയ്യാറില്ല. കാരണം നിൻ്റെ പ്രോപ്പർട്ടിയിൽ തന്നെ അത് ഫലമുണ്ടാകും. നീ അതിനെ ട്രീറ്റ് ചെയ്യേണ്ട പോലെ ട്രീറ്റ് ചെയ്യുകയും അതിനാവശ്യമായത് നീ കൊടുക്കുകയും ചെയ്തു കഴിഞ്ഞാൽ അത് ഫലമുണ്ടാവും. അങ്ങനെയെങ്കിൽ സ്തോത്രം,
നാം ആയിരിക്കുന്ന ഭവനത്തിൽ, സഭയിൽ, വചനത്തിൽ, വിശ്വാസത്തിൽ ഒക്കെ ദൈവത്തിന് ഫലം കൊടുക്കാൻ പറ്റും. പ്രൈസ് ഗോഡ്. അതിന് ഫലം കൊടുക്കാൻ വേണ്ടി ഇങ്ങനെ ഓടി നടക്കണ്ട. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. എൻ്റെ ദൈവം, ഹല്ലേലൂയ, 2 3 പേരുള്ളത് എൻ്റെ കർത്താവിൻ്റെ സാന്നിധ്യമുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളായിരിക്കുന്ന സ്ഥാനത്ത് ദൈവത്തിൻ്റെ സാന്നിധ്യമുണ്ട്. പക്ഷേ നാം ആയിരിക്കുന്ന സ്ഥാനം സത്യത്തിലും ആത്മാവിലും ദൈവ സാന്നിധ്യമുള്ള സ്ഥലവും പരിശുദ്ധാത്മാവ് നയിക്കപ്പെടുന്ന സ്ഥലവുമായിരിക്കണമെന്ന് മാത്രമേ ഉള്ളൂ. ദുരുദ്ദേശത്തിലോ പരിശുദ്ധാത്മാവില്ലാത്ത സ്ഥലത്തോ, ഹല്ലേലൂയ, അല്ലാതെ സ്വന്തമായ ഒരു ഇംപ്ലിമെൻ്റ് ചെയ്യുന്ന, ദൈവത്തിൻ്റെ വചനത്തിൽ നിന്ന് വിപരീതമായിട്ട് ഒരു ഇംപ്ലിമെൻ്റ് ചെയ്യുവാൻ ആഗ്രഹിക്കുന്ന സ്ഥലത്താണെങ്കിൽ യെസ്, നമുക്ക് വി ഷുഡ് ചേഞ്ച് അവർ മൈൻഡ്. കാരണം അത് നമുക്ക് പറ്റില്ല. കാരണം നാം ദൈവസന്നിധിയിൽ വളരാനുള്ളവരാ. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. ഇവിടെ പറയുന്നത് നീ ഇടത്തോട്ടോ വലത്തോട്ടോ പോകരുത്. എന്തിനാ ഈ ഇടത്തോട്ടോ വലത്തോട്ടോ പറഞ്ഞെന്നറിയാമോ? നിനക്ക് ഈ ഇടത്തും വലത്തും നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരു പക്ഷേങ്കിൽ യു മേ ചേഞ്ച് യുവർ മൈൻഡ്. ഇടത്തോട്ടും വലത്തോട്ടും നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ മൈൻഡ് ഒത്തിരി ചേഞ്ച് ആയിപ്പോവും. വൈ ഷുഡ് ഐ ചൂസ് ദിസ് വൺ, വൈ ഷുഡ് ഐ ഗോ ഹിയർ എന്നുള്ളത് വരാതിരിപ്പാൻ ദൈവം അവന് മുന്നമേ പറയുകയാണ്, നീ ഇടത്തോട്ടോ വലത്തോട്ടോ പോകരുത്. സ്തോത്രം. ഹല്ലേലൂയ. ഹല്ലേലൂയ. നീ യാതൊരു കാരണവശാലും സാഹചര്യങ്ങൾ നിന്നെ വലിച്ചുകൊണ്ട് പോകുവാൻ സമ്മതിക്കരുത്. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. എന്നിട്ട് യോശുവ 24:15 ഒന്ന് വായിച്ചേ. യഹോവയെ സേവിക്കുന്നത്, ലാസ്റ്റിൽ ഇതെല്ലാം കേട്ടു അനുസരിച്ചു ദൈവത്തിന് ഇഷ്ടമുള്ളവനായി തീർന്ന ശേഷം യോശുവ പറയുന്ന ഒരു വാക്ക് അവിടെ, യഹോവയെ സേവിക്കുന്നത് നല്ലതെന്ന് നിങ്ങൾക്ക് തോന്നുന്നെങ്കിൽ അപ്പം പറയാണ്, യോശുവ പറയാണ്, നിങ്ങൾക്ക് ദൈവത്തെ സേവിക്കുന്നതിനോട് വലിയ താല്പര്യമൊന്നുമില്ല, അതിൻ്റെ അകത്ത് വലിയ പ്രയോജനമൊന്നും ഇല്ലെങ്കിൽ യു ക്യാൻ ചൂസ് വാട്ട് യു ലൈക്ക്. നിനക്കിഷ്ടമുള്ളത് തിരഞ്ഞെടുക്കാം. ദൈവവചനം നാം എൻറ്റയർലി പഠിക്കുമ്പോൾ എങ്ങും ആരും നിർബന്ധത്താൽ ദൈവത്തെ ഫോളോ ചെയ്യാൻ പറഞ്ഞിട്ടില്ല. ദാറ്റ് ഈസ് യുവർ വിൽ, യുവർ വിഷ്. നിനക്ക് ഇഷ്ടമുണ്ടെങ്കിൽ ഇഷ്ടമുള്ളതുപോലെ ചെയ്യാനുള്ള സ്വാതന്ത്ര്യം വേദപുസ്തകത്തിൽ തന്നിട്ടുണ്ട്. നല്ലത് തിരഞ്ഞെടുക്കാം, തീയതായിട്ടുള്ളത് തിരഞ്ഞെടുക്കാം, നമ്മളെ കംഫോർട്ട് ചെയ്യുന്നത് മാത്രമാണെങ്കിൽ തിരഞ്ഞെടുക്കാം. അതല്ല, എനിക്ക് ആത്മീയമായി വളരണം എന്ന് പറഞ്ഞാൽ എന്തുവാ? ഈ പലരും ആത്മീയമായി വളരുക എന്ന് പറയുമ്പോൾ ചിന്തിക്കുന്നത് ഒരു പ്രസംഗം കിട്ടുക, ഒരു സഭ തുടങ്ങുക, അല്ലെങ്കിൽ ബി ഇൻവോൾവ് ഇൻ ഓൾ ആക്ടിവിറ്റീസ് ഓർ ഡു സംതിങ് എൽസ്. ദൈവമക്കളെ, വാസ്തവത്തിൽ അതല്ല. ക്രിസ്തുവിൽ വളരുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നമ്മുടെ പ്രാർത്ഥന കേട്ടാൽ അറിയാം. ദൈവമക്കളോടുള്ള അതിൻ്റെ ആ കൈകൊടുപ്പ് കണ്ടാൽ അറിയാം. അത് അനുഭവിച്ചിട്ടുള്ളവർക്കറിയാം. ദൈവത്തിന് സ്തോത്രം. നിൻ്റെ വായിലെ വാക്കുകൾ കേൾക്കുമ്പോൾ അറിയാം നീ ദൈവത്തിന് പ്രയോജനമുള്ളവനാണെന്ന്, നീ ഫലം കൊടുക്കുന്നവനാണെന്ന്. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. ഒരു വലിയ പ്രസംഗം നടത്തിയത് കൊണ്ട് ഫലമല്ലത്. നമുക്കറിയാം, പ്രസംഗിച്ചിട്ട് സ്റ്റേജിൽ നിന്ന് ഇറങ്ങി വെളിയിൽ പോയി ചെരുപ്പൂരി അടിച്ച കേസുകളില്ലേ? അപ്പോൾ അതാണോ ഫലം? അല്ല. ഏത് മനുഷ്യനും അറിവും ജ്ഞാനവും ഉണ്ടെങ്കിൽ അതുകൊണ്ടും പ്രസംഗിക്കാം, ദൈവത്തിൻ്റെ ആത്മാവിലും പ്രസംഗിക്കാം. പ്രസംഗമല്ല നമ്മുടെ ഫലമെന്ന് പറയുന്നത്. സ്തോത്രം. നാം ഹൗ യു ഡീൽ വിത്ത് അതർ പീപ്പിൾ, നമുക്കുള്ളവരുമായിട്ട് നാം എങ്ങനെയാണ് സഹകരിക്കുന്നത്, നാം ആയിരിക്കുന്ന കൂട്ടായ്മയുമായിട്ടുള്ള നമ്മുടെ റെസ്പോൺസിബിലിറ്റി, കുടുംബവുമായിട്ടുള്ള റെസ്പോൺസിബിലിറ്റി, നമ്മുടെ കൂട്ടു സഹോദരിയും സഹോദരനുമായിട്ടുള്ള റെസ്പോൺസിബിലിറ്റി, ഇതൊക്കെയാണ് ഫലം പുറത്തു വരുന്നത് കാണുന്നത്. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. ദൈവത്തിന് മഹത്വം. എന്നിട്ട് അവിടെ പറയുകയാണ്, നിങ്ങൾക്ക് ഇഷ്ടമുള്ള ദേവന്മാരുടെ അടുത്ത് നിങ്ങൾ പോക്കോ, പക്ഷേ എനിക്കൊരു ഡിസിഷനുണ്ട്. ഞാനും എൻ്റെ കുടുംബവുമോ, സ്തോത്രം, ഹല്ലേലൂയ, ഞങ്ങൾ യഹോവയെ സേവിക്കും. പ്രൈസ് ഗോഡ്. കാരണം എനിക്കൊരു വാഗ്ദത്തമുണ്ട്, നീ ഇടത്തോട്ടോ വലത്തോട്ടോ പോകരുതെന്നുള്ളത് കൊണ്ട്. സ്തോത്രം. എന്നെ കർത്താവ് നയിച്ചാലും നയിച്ചില്ലെങ്കിലും, വിടുവിച്ചാലും വിടുവിച്ചില്ലെങ്കിലും, ഞാൻ എൻ്റെ ദൈവസന്നിധിയിൽ, ഞാൻ എൻ്റെ ദൈവത്തിനു വേണ്ടി ഞാനും എൻ്റെ കുടുംബവും ദൈവത്തെ ആരാധിക്കുമെന്ന് തീരുമാനിക്കുന്ന യോശുവയെ പോലെ, സ്തോത്രം, നമ്മുടെ ഓരോ കുടുംബങ്ങളും വ്യക്തി ജീവിതങ്ങളും നിൻ്റെ സാഹചര്യം അനുകൂലമല്ലാതിരിക്കുമ്പോഴും നിൻ്റെ കൂടെ ആരും, ഹല്ലേലൂയ, സ്തോത്രം, നിനക്ക് വേണ്ടി പുകഴ്ത്താനില്ലെങ്കിലും, ഹല്ലേലൂയ, ഇഫ് ദർ ഈസ് നോബഡി ടു ലിഫ്റ്റ് യു അപ്പ്,
പ്രൈസ് ഗോഡ്. ആരും നമുക്കില്ലെങ്കിലും ഒരുപക്ഷെ നമ്മളെ പറഞ്ഞ് മനസ്സിലാക്കി നമ്മുടെ ഹൃദയത്തെ മാറ്റുവാൻ ഒത്തിരി ആൾക്കാരുണ്ടാവും. വീട്ടുകാരെ, നാട്ടുകാരെ, സഹക്കാരെ, കൂട്ടുകാരൊക്കെ ഉണ്ടാവും. പക്ഷേ യോശുവ പറഞ്ഞ വാക്കോർക്കണം, നിങ്ങൾക്ക് കിട്ടിയ ദർശനമനുസരിച്ച് നിങ്ങൾ പൊക്കോ, പക്ഷേ എന്നെ കിട്ടില്ല, എൻ്റെ കുടുംബത്തെ കിട്ടില്ല. അതാണ് ദൈവസാന്നിധ്യമുള്ളവൻ്റെ, സക്സസ്ഫുൾ മാൻ്റെ പ്രത്യേകതയെന്ന് പറയുന്നത്. ഒരു സക്സസ്ഫുൾ മാൻ ആണെങ്കിൽ അവൻ മറ്റുള്ളവരുടെ വിളിക്ക് നിൽക്കത്തില്ല. അവൻ മുഖം കണ്ട ഒരുവനുണ്ട്, അവൻ കണ്ട ഒരു ദർശനമുണ്ട്, അവൻ അനുഭവിച്ച ദൈവീയ കരമുണ്ട്, അവൻ അതിൽ നിന്നൊരിക്കലും വിട്ടുമാറുകയില്ല. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. അമോന്യർ എന്ന് പറയുന്ന ഒരു കൂട്ടരെ കുറിച്ച് നമുക്കറിയാം. അവർ കനാനിലും അതിൻ്റെ ചുറ്റുമുള്ള പ്രദേശങ്ങളിൽ താമസിച്ചിരുന്ന ഒരു പുരാതന ജാതിയായിരുന്നു അമോന്യർ. അവർ വിഗ്രഹാരാധനകളിലും ദുഷ്ട ആചാരങ്ങളിലും, പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ, അവർ പ്രശസ്തരായ കനാന്യർ എന്ന കൂട്ടത്തിൽ ഉൾപ്പെട്ടവരായിരുന്നു. ദൈവത്തിന് സ്തോത്രം. അവരാരാധിച്ചിരുന്ന പല ദൈവങ്ങളുണ്ടായിരുന്നു. ഒരു ദൈവത്തെ മാത്രമല്ല, നമുക്കറിയാം ബാൽ വിഗ്രഹത്തെ അവർ ആരാധിച്ചിരുന്നു. ദൈവത്തിന് സ്തോത്രം, ഹല്ലേലൂയ. ബാൽ വിഗ്രഹത്തിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത്, ബാൽ വാസ് ദ ഗോഡ് ഓഫ് റെയിൻ, ഫെർട്ടിലിറ്റി, ഹല്ലേലൂയ, ആൻഡ് സ്റ്റോം. For hallelujah, people believe Baal is controlling everything. Praise God, hallelujah. ബാല് മഴയ്ക്കും വിളവിനും സമൃദ്ധിക്കും ഉള്ള ഒരു ദൈവമാണ്. അപ്പോൾ ആ ദൈവത്തോട്, ബാൽ വിഗ്രഹത്തോട് അതുകൊണ്ട് അവർ പ്രാർത്ഥിക്കുന്നത്. സ്തോത്രം. അവരതിൽ വിശ്വസിച്ചിരുന്നു. നമ്മളൊരു കാര്യം മനസ്സിലാക്കണം, ഇന്ന് നാം കാണുന്ന ഓരോ അൺഗോഡ്ലി പ്ലേസ്, നമ്മുടെ കാഴ്ചപ്പാടിലുള്ള അൺഗോഡ്ലി പ്ലേസിലും ഒരു ശക്തിയുണ്ട്. ഈ ബാൽ വിഗ്രഹത്തിന് യാതൊരു ശക്തിയും ഇല്ല എങ്കിൽ ഒരിക്കലും ആ ബാൽ വിഗ്രഹത്തിന് പിന്നെ ആരും പോകേണ്ട ആവശ്യമില്ല. ദുഷ്ടാത്മാവിനെ ചെയ്തെടുക്കാൻ പറ്റുന്ന ചിലതുണ്ട്, പ്രൈസ് ഗോഡ്. എന്നാൽ ദൈവത്തിൻ്റെ മക്കൾക്ക് അത് തിരിച്ചറിയാം. ഇത് ഞാൻ കഴിഞ്ഞ ആഴ്ചയിൽ ഓർപ്പിച്ചായിരുന്നു, അത് ഏത് രീതിയിലുള്ള ശക്തിയാണെന്നുള്ള കാര്യം. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. അതിനുശേഷം ഒരു അശേര എന്ന് പറയുന്ന ഒരു ദൈവനുണ്ട്. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ, ഹല്ലേലൂയ, സ്തോത്രം. അത് ഫലപുഷ്ടി, സ്തോത്രം, ഹല്ലേലൂയ. അതുപോലെ ഫലപുഷ്ടിയും നന്മയും തരുന്ന ഒരു ദേവനായിട്ട് അവരതിനെ കണ്ടിരുന്നു. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. അടുത്തതാണ് മോലേക്ക് എന്ന് പറയുന്ന ഒരു ഒരു ആരാധന ഉണ്ടായിരുന്നു. അത് സ്തോത്രം കുഞ്ഞുങ്ങളെ ബലിയർപ്പിക്കുവാൻ വേണ്ടി, സ്തോത്രം, അവർ ഉപയോഗിച്ചിരുന്നു. ചൈൽഡ് സാക്രിഫൈസ്, പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ, വിച്ച് ഗോഡ് സ്ട്രോങ്ലി കണ്ടംഡ്. നമ്മുടെ ദൈവം അത് പൂർണ്ണമായിട്ട് വിലക്കിയിരിക്കുന്നതാണ്. അതിന് വാക്യങ്ങളുണ്ട്. ലെവിറ്റിസ്, സ്തോത്രം, 18-ാം അധ്യായത്തിൻ്റെ 21, ഡിട്രോണമി 12-31 എന്നീ വാക്യങ്ങൾ, ആ ഭാഗങ്ങൾ കാണാൻ പറ്റും. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. കുഞ്ഞുങ്ങളെ ദൈവപ്രസാദത്തിനു വേണ്ടി ബലിയർപ്പിക്കുന്ന, സാക്രിഫൈസ് ചെയ്യുന്ന ഒരു സിസ്റ്റം ഇന്നുമുണ്ട് പല സ്ഥലങ്ങളിലും. അപ്പോൾ നാം മനസ്സിലാക്കേണ്ടത്, ഇത് ഇന്ന് ഒരു സ്ഥലത്ത് മാത്രം തുടങ്ങിയതല്ല. ഇത് പണ്ടേ അന്ധകാര ശക്തി വ്യാപരിച്ചിരുന്നു. പ്രൈസ് ഗോഡ്. അന്ധകാര ശക്തിയെ പ്ലീസ് ചെയ്യുവാൻ, ഹല്ലേലൂയ, പല സാക്രിഫൈസും ചെയ്യേണ്ടതായിട്ടിരുന്നു. എന്നാൽ എൻ്റെ കർത്താവിനെ, ഹല്ലേലൂയ, സാക്രിഫൈസ് ചെയ്യാൻ ഒന്നും വേണ്ട. സ്തുതിയും ആരാധനയും ബഹുമാനവും പ്രാർത്ഥനയും നിൻ്റെ ഹൃദയവും മാത്രം മതി. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. ചെലവില്ലാതെ ദൈവത്തെ ആരാധിക്കാൻ പറ്റും കേട്ടോ. ഞാൻ ഈ ചെലവില്ലാതെ ദൈവത്തെ ആരാധിക്കാൻ പറ്റുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, യാതൊരു പൈസയും കൊടുക്കാതെ ദൈവത്തിന് പൈസ വേണ്ട. പ്രൈസ് ഗോഡ്. ദൈവത്തിന് പൈസ വേണ്ട. വചനത്തിലൊരു ഭാഗമുണ്ട്, ചെലവില്ലാതെ യാഗം കഴിക്കാൻ പറ്റില്ല. അങ്ങനെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനെ ആത്മീയമായി ഒത്തിരി നാം പഠിക്കാനുണ്ട്. സ്തോത്രം. ദൈവമക്കളെ, കർത്താവിനെ അറിയുവാനും കർത്താവിനെ സേവിക്കുവാനും ദൈവസന്നിധി നിൽക്കുവാനും പ്രത്യേക ചെലവുകൾ വേണ്ട. നാം നമ്മെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കുന്ന ആ ചെലവിലൊന്ന്, നാം നമ്മെ തന്നെ ഒരു യാഗമായി ഏൽപ്പിച്ചു കൊടുക്കുന്നതാ ചെലവിലൊന്ന്. ഹല്ലേലൂയ, സ്തോത്രം. ദൈവത്തിന് കീഴടങ്ങുന്ന മനുഷ്യനാണ് ഒരു സക്സസ്ഫുൾ മാൻ എന്ന് പറയുന്നത്. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. ദൈവവചനം ധ്യാനിക്കുന്ന ഒരു മനുഷ്യനാണ് സക്സസ്ഫുൾ മാൻ. അപ്പം നമ്മൾ പറയുകയാണ്, ഞാൻ രാവിലെ മുതൽ വൈകിട്ട് വരെ, അല്ലെങ്കിൽ ഞാൻ രാത്രി 2 അധ്യായം വെച്ച് വായിച്ചിട്ടാണ് കിടക്കുന്നത്, സോ ആം ഐ സക്സസ്ഫുൾ മാൻ? ദൈവമക്കളെ, ഒന്നുകൊണ്ടല്ല സക്സസ്ഫുൾ ആകുന്നത്. ഒരു സബ്ജക്റ്റിന് ജയിച്ചത് കൊണ്ട് നിൻ്റെ എക്സാം മുഴുവൻ പാസ്സാകത്തില്ല. പല സബ്ജക്റ്റും ജയിച്ചെങ്കിൽ മാത്രമേ
നിനക്ക് ഗ്രേഡ് ലഭിക്കത്തുള്ളൂ. പ്രൈസ് ഗോഡ്. എല്ലാത്തിനും പാസ് എന്ന് പറയത്തുള്ളൂ. നിൻ്റെ ഗ്രേഡ് മുഴുവനും ഹാലലുയ 7th ഗ്രേഡിൽ നിന്ന് 8th ഗ്രേഡിൽ കയറണമെങ്കിൽ ഞാൻ 1-2 സബ്ജക്റ്റിനെല്ലാം ജയിച്ചായിരുന്നു എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. സകല സബ്ജക്റ്റിനും ജയിച്ചെങ്കിൽ മാത്രമേ നിനക്ക് അടുത്ത ക്ലാസ്സിലേക്ക് പ്രൊമോഷനുള്ളൂ എന്ന് പറയുന്നത് പോലെ ഒരു സക്സസ്ഫുൾ മനുഷ്യനായിരിക്കുമ്പോൾ ഹാലലുയ മെഡിറ്റേറ്റ് ഓൺ ഗാഡ്സ് വേർഡ്. പ്രൈസ് ഗാഡ്. ഒബെയിങ് കംപ്ലീറ്റ്ലി, ദൈവത്തിൻ്റെ ഇഷ്ടമനുസരിച്ച് നമ്മെ തന്നെ അനുസരണമുള്ളവരാക്കി തീർക്കണം. പ്രൈസ് ഗാഡ്. ഹാലലൂയ. സ്തോത്രം. ലീഡിങ് ഫെയ്ത്ത്ഫുള്ളി, വിശ്വസ്തയോടെ സ്തോത്രം ദൈവത്തെ സേവിക്കണം എന്ന് പറഞ്ഞാൽ അതിൻ്റെ അകത്ത് പൂർണ്ണമായിട്ട് വേണ്ടെന്നല്ല, പൂർണ്ണമായിട്ട് വേണം. വിശ്വസ്തനായിരിക്കണം. പറയുന്ന വാക്കുകൾക്കൊക്കെ ഒത്തിരി വിശ്വസ്ത ഉണ്ടായിരിക്കണം. ഇന്ന് ക്രിസ്തീയ ഗോളത്തിൽ, പ്രത്യേകിച്ച് വിശ്വാസികളുടെ ഗോളത്തിൽ പറയുന്ന പകുതി വാക്കുകളും വഞ്ചനയും കള്ളത്തരവുമല്ലാതെ യാതൊരു സത്യസന്ധതയും ഇല്ലാതെ സംസാരിക്കുന്ന ദൈവദാസന്മാരുണ്ട്, വിശ്വാസികളുണ്ട്. നല്ലാമൊന്ന് ചിന്തിച്ച് നോക്കിക്കേ, നമ്മൾ പറയുന്ന എത്ര വാക്കിന് സത്യമുണ്ട്? എന്നിട്ട് നമ്മൾ ചിന്തിച്ച് നോക്കണം, ആം ഐ സക്സസ്ഫുൾ പേഴ്സൺ? സ്തോത്രം. ഇന്ന് രാത്രിയിൽ നാം ഒന്ന് പൂർണ്ണമായിട്ട് ചിന്തിക്കണം, ഞാനൊരു സക്സസ്ഫുൾ പേഴ്സൺ ആണോ? എൻ്റെ വാക്കും ഞാൻ പറയുന്ന ഒന്ന്, എൻ്റെ മനസ്സിലൊന്ന്, അല്ലേ? അങ്ങനെയല്ലേ പലരും ഇന്ന് വിശ്വാസ ജീവിതത്തിൽ പറയുന്നതൊന്ന്, മനസ്സിലൊന്ന്, പ്രവർത്തിക്കുന്നത് വേറൊന്ന്. പക്ഷെ പുറമേ കണ്ടു കഴിഞ്ഞാലോ ഈസ് എ വെരി ഗുഡ് പേഴ്സൺ, ഈസ് എ സ്പിരിച്വൽ, ആരാധനയ്ക്ക് വരുന്നു, ശുശ്രൂഷകൻ, ഇല്ലേ? അങ്ങനെ പലതും നമുക്ക് ക്വാളിറ്റി പറയാനുണ്ട്. പക്ഷെ ദൈവസന്നിധിയിൽ സ്വയം പരിശോധിക്കണം. മറ്റൊരാളല്ല നീ സക്സസ്ഫുൾ ആണെന്ന് പറയുന്നത്, ഞാൻ സക്സസ്ഫുൾ ആണെന്ന് പറയുന്നത്. ഞാൻ എന്നെ തന്നെ ശോധന ചെയ്യണം. ആം ഐ സക്സസ്ഫുൾ പേഴ്സൺ ഇൻ പ്രസൻസ് ഓഫ് ഗാഡ്? ദൈവത്തിൻ്റെ സന്നിധിയിൽ ഞാനൊരു സക്സസ്ഫുൾ പേഴ്സൺ ആണോ? പ്രൈസ് ഗാഡ്. ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം. അടുത്ത ആളാണ് ഡേവിഡ്. ഡേവിഡ് ദൈവത്തിൽ ആശ്രയിച്ചൊരു മനുഷ്യനാണ്. ദൈവത്തിന് സ്തോത്രം. 1 ശമൂവേൽ 13-ാം അധ്യായത്തിൻ്റെ 13-14 വാക്യങ്ങൾ. ദാവീദ് പൂർണ്ണമായി നല്ലവനല്ലായിരുന്നു, നമുക്കറിയാം. ഹി വാസ് നോട്ട് എ പെർഫെക്റ്റ് പേഴ്സൺ. ഒത്തിരി കാര്യങ്ങൾക്ക് വീഴ്ചകളും ഒക്കെ സംഭവിച്ചിട്ടുണ്ട്. പക്ഷേ എന്നാൽ ദൈവത്തിൻ്റെ ഹിതപ്രകാരം ആയിരിക്കുവാൻ ആഗ്രഹിച്ച ഒരു മനുഷ്യനായിരുന്നു. ദൈവമക്കളെ, നമ്മൾക്കൊക്കെ വീഴ്ചകളുണ്ട്. നമുക്ക് ഒത്തിരി സക്സസ് ആക്കാനൊക്കാത്ത, നമ്മൾ ട്രൈ ചെയ്തിട്ടും ഫെയിലായി പോയ പല വിഷയങ്ങൾ നമ്മുടെ ജീവിതത്തിലുണ്ട്. പക്ഷെ നമ്മൾ അതിൽ തന്നെ തൂങ്ങിക്കിടക്കാതെ ലെറ്റ് us കം ഓവർകം ചെയ്യണം. നാം അതിനെ സ്തോത്രം ഓവർകം ചെയ്യാൻ ആഗ്രഹിക്കണം. പ്രൈസ് ഗോഡ്. ഇത് ഇങ്ങനെയാണ്, ഞാൻ നോക്കിയിട്ട് ഇത്രയും വരെ പറ്റത്തുള്ളൂ, എനിക്കിതേ കൊണ്ടേ പറ്റുള്ളൂ. ഒരിക്കലും അങ്ങനെയല്ല ചിന്തിക്കേണ്ടത്. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം. ദൈവത്തിൻ്റെ ഹിതപ്രകാരമുള്ള ഒരു വ്യക്തിയായി തീരുവാൻ നാം ആയിത്തീരുന്നുണ്ടോ? പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. ശൗലിനോട് പറഞ്ഞത്, നീ ചെയ്തത് ഭോഷത്വം, നിന്റെ ദൈവമായ യഹോവ നിന്നോട് കൽപ്പിച്ച കൽപ്പന നീ പ്രമാണിച്ചില്ല. അപ്പോൾ ദൈവം ആഗ്രഹിക്കുന്നത്, ദൈവം നമ്മളോട് ദൈവത്തിൽ കൂടെ പറയുന്ന കാര്യങ്ങൾക്ക് ഇഫ് വി ആർ നോട്ട് ഏബിൾ ടു പേ അറ്റൻഷൻ, അന്ന് മനസ്സിലാക്കിക്കോണം, ഒരു ദിവസം കൊണ്ടല്ല ദൈവം നമ്മെ ശിക്ഷിക്കുന്നത്. ഹി ഈസ് വാച്ചിങ് ഓവർ അസ്. നമ്മുടെ മേൽ ദൈവം എപ്പോഴും ഇങ്ങനെ നമ്മളെ വാച്ച് ചെയ്തുകൊണ്ടിരിക്കുക കേട്ടോ. കർത്താവിനറിയാം നാം എത്ര മെസ്സേജുകൾ, എത്ര വേദവാക്യങ്ങൾ, എത്ര ദൂതുകൾ, എത്ര ദൈവശബ്ദങ്ങൾ പാട്ടിലൂടെ മറ്റുള്ളവരിൽ കൂടെ സ്വയമേ ഡ്രൈവ് ചെയ്യുമ്പോൾ, കിടക്കുമ്പോൾ, നീ യാത്ര ചെയ്യുമ്പോഴൊക്കെ ദൈവം എത്ര പ്രാവശ്യം സംസാരിച്ചത് നമ്മൾ അറിയുന്നെങ്കിലും ആരറിയുന്നുണ്ട്? നമ്മുടെ കർത്താവ് അറിയുന്നുണ്ട്. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. നമ്മെ ശോധന ചെയ്യുന്ന ഒരുവൻ്റെ കയ്യിലാണ് നാം ആയിരിക്കുന്നത്. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. ആ സ്തോത്രം ദൈവത്തിൻ്റെ ആത്മാവാണ്. ഹല്ലേലൂയ. ശൗലിനോട് പറയുന്നത്, നീ ദൈവത്തിൻ്റെ ഹിതപ്രകാരമുള്ളതൊന്നും നീ ചെയ്തിട്ടില്ല കേട്ടോ. എന്നിട്ട് യഹോവ ഇസ്രായേൽ മേൽ നിന്റെ രാജ്യത്വം എന്നേക്കുമായി സ്തോത്രം സ്ഥിരമാക്കുമായിരുന്നു. ദൈവമക്കളെ, നമ്മളൊരു കാര്യം ചിന്തിച്ച് ഈ ഭാഗത്തിൽ നിന്ന് കടന്നു പോകണം. നാം പലപ്പോഴും തീരുമാനമെടുത്തിട്ടുണ്ട്, സക്സസ് ആയി തീരുവാൻ പറ്റിയിട്ടുണ്ടോ? അങ്ങനെ ഉണ്ടായിരുന്നെങ്കിൽ പലതും നമ്മുടെ ജീവിതത്തിൽ നാം തന്നെ അറിയാതെ നമുക്ക് ലഭിക്കേണ്ടതായിരുന്നു. കൃപാവരങ്ങൾ നമുക്ക് ലഭിക്കേണ്ടതായിരുന്നു.
നാം ഒത്തിരി അനോയിൻറ്റഡ് ആകേണ്ടതായിരുന്നു. പക്ഷേ നാം പലപ്പോഴും സ്ലിപ്പാകുകയും ഇഗ്നോർ ചെയ്യുകയും വേണ്ട രീതിയിലുള്ള വില കൊടുക്കാതിരിക്കുകയും ചെയ്തിട്ടില്ലേ? പ്രൈസ് ഗാഡ്, ഹല്ലേലൂയ. 14-ാം വാക്യം പറയുന്നത്, ഇപ്പോഴോ നിന്റെ രാജ്യത്വം നിലനിൽക്കുകയില്ല. സ്തോത്രം. നമ്മൾ മനസ്സിലാക്കണം, ശൗലിനെ എടുത്തതാരാ? നാട്ടുകാരെല്ലാം കൂടെ അല്ല, ദൈവമാണ്. ശൗലിനെ എടുത്തത് ദൈവമാണ്. ഒരു കാര്യം മനസ്സിലാക്കണം, ദൈവം നമ്മെ തിരഞ്ഞെടുത്തത് കൊണ്ട് എന്ന് നിൽക്കാമെന്ന് വിചാരിക്കരുത്. ഇറ്റ് ക്യാൻ ബി ലോസ്റ്റ്. നമ്മുടെ ആക്ഷൻ, ഒബീഡിയൻസ്, സ്തോത്രം, നമ്മൾ ദൈവസന്നിധിയിൽ കാഴ്ചവെക്കുന്നത് മുഴുവനും ആ ദൈവം ശോധന ചെയ്തുകൊണ്ടിരിക്കുക. ദൈവം പല പ്രാവശ്യവും നോക്കിയിട്ട് ദൈവം ആഗ്രഹിക്കുന്നത് പോലെ ഫലം പുറപ്പെടുവിക്കുവാൻ പറ്റുന്നില്ലെങ്കിൽ ഒരു കാര്യം മനസ്സിലാക്കണം, നമുക്ക് പകരമായി ദൈവം മറ്റൊരുവനെ കാണും. പ്രൈസ് ഗോഡ്. ദൈവം എനിക്ക് പകരമായി വേറൊരുത്തനെ കർത്താവ് നേരത്തെ കണ്ടുവച്ചിരിക്കും. പക്ഷേ ഗാഡ് വിൽ എക്സ്റ്റെൻഡ് മൈ ഡേ. ഞാൻ തിരിച്ചു വരുമോ, നന്നാവുമോ, ഗുണപ്പെടുമോ എന്നറിയാൻ, എനിക്കൊരു മാനസാന്തരം സംഭവിക്കുമോ എന്നറിയാൻ എൻ്റെ ദൈവം എൻ്റെ ആയുസ്സിനെ എക്സ്റ്റെൻഡ് ചെയ്യും. എൻ്റെ ദിവസങ്ങളെ, എൻ്റെ സൺഡേയ്സിനെ, ഹാലലൂയ, എൻ്റെ വീക്കിനെ, മന്തിനെ കർത്താവ് എക്സ്റ്റെൻഡ് ചെയ്തുകൊണ്ടിരിക്കുക. കാരണം ഗാഡ് എക്സ്പെക്ട് മീ ടു ബി റിട്ടേൺ ടു ഹിം. ദൈവത്തിലേക്ക് മടങ്ങി വരാൻ എൻ്റെ ദൈവം ആഗ്രഹിക്കുന്നു. ഇതില്ല എന്നുണ്ടെങ്കിൽ ഗോഡ് ഓൾറെഡി ഇംപ്ലിമെൻറ്റ് സംതിങ്, ഹി ഓൾറെഡി ചൂസൺ സംതിങ്. ഹാലലുയ. അതുകൊണ്ട് ശൗലേ, ഹാലലുയ, നീ ഒരു കാര്യം മനസ്സിലാക്കണം, എന്നും നീ ഭരിക്കാമെന്ന് വിചാരിക്കരുത്. കാരണം നിനക്കെതിരെ ഒരുത്തനെ ഓൾറെഡി എൻ്റെ ദൈവം കണ്ടുവച്ചിട്ടുണ്ട്. പ്രൈസ് ഗാഡ്. എങ്ങനെയാണ് അവിടെ ബാക്കി വായിക്കുന്നറിയാമോ? നീ പ്രമാണിക്കായതുകൊണ്ട് തനിക്ക് ബോധിച്ച ഒരു പുരുഷനെ യഹോവ അന്വേഷിച്ച്. ആ വാക്ക് വളരെ ശ്രദ്ധിക്കണം. ദൈവത്തിന് ഇഷ്ടമുള്ള ഒരു പുരുഷനെ ദൈവം അന്വേഷിച്ചിട്ടുണ്ട്. അവനെ യഹോവ തൻ്റെ ജനത്തിന് പ്രഭുവായി നിയമിച്ചിരിക്കുന്നു. തൻ്റെ ഹൃദയപ്രകാരമുള്ള മനുഷ്യനെ യഹോവ അന്വേഷിക്കുന്നു. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. അല്ലയോ ശൗലേ, നീ ആരംഭകാലത്തിലൊക്കെ ദൈവത്തിന് ഇഷ്ടമുള്ളതൊക്കെ ചെയ്തു. നമുക്കൊന്ന് ചിന്തിക്കാം. നാം വിശ്വാസത്തിൽ ഇറങ്ങിയ കാലം ഒന്ന് ചിന്തിച്ചേ. ഇപ്പോൾ അങ്ങനെ നിൽക്കാൻ പറ്റുന്നുണ്ടോ? പക്ഷെ ഒരു കാര്യം, നമുക്കുള്ളതും കൂടെ എടുത്ത് ദൈവം മറ്റൊരാൾക്ക് കൊടുക്കാനിപ്പാൻ നാം ദൈവത്തെ പ്രസാദിപ്പിക്കുന്നവരായിത്തീരണം. ദൈവത്തിന് മഹത്വം. ഇപ്പോഴത്തെ പുതിയ ഇൻ്റർപ്രിട്ടേഷനും തിയോളജിയും ഒക്കെ അനുസരിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ ദൈവം നിനക്ക് തന്നൊന്നും എടുക്കത്തില്ല എന്ന് പഠിപ്പിക്കുന്നതാണ്. നീ അറിയാത്ത നിൻ്റെ കുടുംബത്തിലേക്ക് വരാൻ പോവുകയാണ്. നിനക്ക് വേണ്ടി ദൈവം ചിരിക്കുന്ന നിധി ആരും കണ്ടിട്ടില്ല എന്നൊക്കെ പറഞ്ഞ് മനുഷ്യനെ ബൂസ്റ്റ് ചെയ്ത് മാനസാന്തരത്തിലേക്ക് നടക്കുവാൻ കഴിയാതെ, അവരെ അങ്ങനെ ടേൺ ബാക്ക് ചെയ്യുവാൻ കഴിയാതെ ജനത്തെ നയിക്കുന്ന ഒരു കാലയളവിലാണ് ഹല്ലേലൂയ, സ്തോത്രം, ഇപ്പോഴായിരിക്കുന്നത്. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. എന്നിട്ട് ഇവിടെ പറയുന്നത് എന്താണെന്നറിയാമോ? സങ്കീർത്തനം 37:5 പറയുന്നു, നിന്റെ വഴിയെ യഹോവയെ ഭരമേൽപ്പിക്കുക, അവനിൽ തന്നെ ആശ്രയിക്കുക. ദൈവത്തിൽ ആശ്രയിക്കുന്നവൻ മാത്രമാണ് ദൈവത്തിന് സക്സസ്ഫുള്ളായിരിക്കുന്നവൻ. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. അല്ലയോ ശൗലേ, നീ നിന്നിൽ ഒത്തിരി ആശ്രയിച്ചു, നീ വല്ലവരിലും ആശ്രയിച്ചു. സാഹചര്യം വന്നപ്പോൾ നീ മറ്റുള്ളവർ പറയുന്നത് കേട്ടു. ആ സമയം തന്നെ പിതാവായ ദൈവം മറ്റൊരുവരും അന്വേഷിച്ചു. കാരണം ഈ രാജ്യം മുടിച്ചു കളയാൻ ദൈവം ആഗ്രഹിക്കുന്നില്ല. ദൈവം തൻ്റെ ജനത്തെ നശിപ്പിക്കാൻ ആഗ്രഹിക്കുന്നില്ല. അതുകൊണ്ട് ഇന്ന് രാത്രി അതിലൊരു ദൈവിക ആലോചനയുണ്ട്. ദൈവത്തിന് സ്തോത്രം. ദൈവമക്കളെ, നാം ആരും ചിന്തിക്കരുത് ഞാനില്ലെങ്കിൽ ഇതേതാണ്ട് പൊളിഞ്ഞു പോകുമെന്ന്. മനസ്സിലായോ പറഞ്ഞേ? ഞാനുള്ളത് കൊണ്ടാണ് ഇതൊക്കെ നിൽക്കുന്നത്. നെവർ തിങ്ക് ദാറ്റ്. അങ്ങനെ ഒരിക്കലും ചിന്തിക്കരുത്. അങ്ങനെ ചിന്തിക്കുമെങ്കിൽ അത് നമ്മുടെ വലിയ ബലഹീനതയാണ്, അത് നമ്മുടെ വലിയ വീഴ്ചയാണ്. ഞാൻ കൊടുക്കുന്നത് കൊണ്ടാണ് ഇന്ന് നിന്നു പോകുന്നത്. നെവർ തിങ്ക് ദാറ്റ്. ഞാൻ ചെയ്യുന്നത് കൊണ്ടാ, കൊടുക്കുന്നത് കൊണ്ടാ, കണ്ടത് കൊണ്ടാ, കേട്ടത് കൊണ്ടാ, പറഞ്ഞത് കൊണ്ടാ എന്നും ഒരിക്കലും ചിന്തിക്കരുത്. കാരണം അങ്ങനെ ചിന്തിക്കുന്നെങ്കിൽ നിനക്ക് പകരം ദൈവം മറ്റൊരാളെ കാണും. നിനക്ക് പകരം ദൈവം മറ്റൊരാളെ അന്വേഷിച്ചുകൊണ്ടിരിക്കുക. ദൈവം അവനെ കണ്ടുവച്ചിട്ടുണ്ട്. കാരണം ഒരു ദിവസം ഗാഡ് വിൽ ടേക്ക് യു ഔട്ട്. എന്നിട്ട് നിൻ്റെ സ്ഥാനത്ത് മറ്റൊരുത്തം വരും. ഒരു കാര്യം മനസ്സിലാക്കണമേ, എൻ്റെ ദൈവത്തെ തോൽപ്പിക്കാമെന്ന് വിചാരിക്കേണ്ട.
എൻ്റെ ദൈവത്തെ വാക്കുകൾ കൊണ്ടോ പ്രവൃത്തികൾ കൊണ്ടോ വാക്കൗട്ട് ചെയ്തുകൊണ്ടോ തോൽപ്പിക്കാമെന്ന് വിചാരിക്കരുത്. അവൻ സൃഷ്ടികളിൽ അധികാരമുള്ളവനാ, അവൻ ആത്മാവുള്ളവനാ, അവൻ സകലത്തെയും ഭരിക്കുവാൻ ശക്തനായ ദൈവമാ. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. ഇവിടെ പറയുന്നു, നിൻ്റെ വഴി നീ യഹോവയിൽ തന്നെ ഭരമേൽപ്പിക്കുക. ഡോണ്ട് ബി പ്രൗഡ് യുവർ സെൽഫ്. ഇന്ന് രാത്രി എന്നെ കേൾക്കുന്ന ആരെങ്കിലും സ്വയമേ എന്തെങ്കിലും ചിന്തിക്കുന്നെങ്കിൽ അത് നമ്മുടെ സ്വയം കൊണ്ട് ചിന്തിക്കുന്നതല്ല, ദുഷ്ടൻ നിൻ്റെ ഹൃദയത്തിൽ കൊണ്ടുവരുന്നതാ. ഇന്ന് രാത്രി നാം അത് കണ്ടുണരുന്ന രാത്രിയായി തീരട്ടെ. അതല്ല എങ്കിൽ എൻ്റെ ശുശ്രൂഷ, എൻ്റെ പ്രാർത്ഥന, എൻ്റെ ജീവിതം, എൻ്റെ വാക്ക്, ഹല്ലേലൂയ, സകലതും അത് മറ്റൊരാൾക്ക് കൊടുക്കുവാൻ ദൈവം നോക്കി വെക്കുന്നുണ്ട്. അതിന് ഞാൻ ഇടവരുത്തരുതില്ല എന്ന് ഞാൻ ചിന്തിക്കണം. പ്രൈസ് ഗോഡ്. ഞാൻ അതിന് ഇടവരുത്തത്തില്ല എന്ന് ഞാൻ എൻ്റെ വഴികളെ സൂക്ഷിക്കേണ്ടത് എൻ്റെ ആവശ്യമാണ്. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. ഇന്ന് രാത്രി ദൈവസന്നിധിയിൽ ദൈവസഭയോടുള്ള ബന്ധത്തിൽ ഞാൻ ഓർപ്പിക്കട്ടെ, ദൈവം നമ്മളെ എന്തെങ്കിലും ഏൽപ്പിച്ചിട്ടുണ്ടെങ്കിൽ നെവർ ബി പ്രൗഡ്. അത് ഞാനുള്ളത് കൊണ്ടാണ്, ഞാൻ ക്ലീൻ ചെയ്തത് കൊണ്ടാണ്, ഞാൻ നേരത്തെ വന്ന് തുറക്കുന്നതുകൊണ്ടാണ്, ഞാൻ അടച്ചിട്ട് പോകുന്നത് കൊണ്ടാണ്, ഞാൻ വെള്ളം എടുത്ത് കൊടുത്തത് കൊണ്ടാണ്. നെവർ തിങ്ക് ദാറ്റ്. കാരണം നീ എന്ന് അത് ചിന്തിക്കുന്നോ അന്ന് ദൈവം മറ്റൊരാളെ നോക്കി വെച്ചുകൊണ്ടിരിക്കുക. അതെനിക്കെന്നാ, നോക്കട്ടെ, നല്ലതല്ലേ. ചിലപ്പോൾ നമ്മൾ നമ്മുടെ ആ ദേഷ്യത്തിലൊക്കെ പറയും, അത് നോക്കട്ടെ, നല്ലതല്ലേ, ഞാനില്ലേ, വേറെ ആളുണ്ടല്ലോ. ലിസൺ, ശൗലിന് പറ്റിയത് മറക്കരുത്. ശൗൽ ഇത് കേട്ടിട്ട് പറഞ്ഞില്ല, നോക്കട്ടെ, വേറെ നോക്കട്ടെ, ഹൂ കെയേഴ്സ്. ഇത് ദൈവത്തിൻ്റെ കരം നമ്മൾ അറിയാത്ത രീതിയിലേക്ക് പോകുമ്പോഴാണ് നമുക്ക് അന്നേരവും എവൈക്ക് ആകണമെന്നുണ്ടെങ്കിൽ നമ്മളെ ഭരിക്കുന്ന ഒരു പരിശുദ്ധാത്മാവുണ്ടെങ്കിലേ നമ്മളിൽ ആ ഒരു ബോധം വരത്തുള്ളൂ. ഇതില്ല എങ്കിൽ വി ഗോ വിത്ത് ദ ഫ്ലോ. സാഹചര്യമനുസരിച്ച് നാം അങ്ങ് പൊക്കോണ്ടിരിക്കും. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. അടുത്തത് 1 ശമൂവേൽ 13:14. ഹല്ലേലൂയ. അവിടെ എന്താ പറയുന്നറിയാമോ? സ്തോത്രം. എന്തൊക്കെ കഷ്ടങ്ങൾ കൂടെ പോയെന്നറിയാമോ? ബാറ്റിൽസ്, വിൽഡർനെസ്, കിങ്ഷിപ്പ്, റിപ്പൻറ്റൻറ്റ് ആഫ്റ്റർ സിൻ. പ്രൈസ് ഗോഡ്. സങ്കീർത്തനം 37:5 പറയുന്നത്, കമ്മിറ്റ് യുവർ വേ ടു ദ ലോർഡ്. നിൻ്റെ വഴി യഹോവയിൽ തന്നെ ഭരമേൽപ്പിക്കുക. ഹല്ലേലൂയ. ദാവീദിന് എന്താ ഇത്രത്തോളം നേട്ടം ഉണ്ടായെന്നറിയാമോ? ഒരു മാനസാന്തരത്തിൻ്റെ ഹൃദയം ഉണ്ടായിരുന്നു. പ്രൈസ് ഗോഡ്. ദ സക്സസ്ഫുൾ ബിക്കോസ് ഹി ഹാഡ് എ റിപ്പൻറ്റൻറ്റ് ഹാർട്ട്. ഇന്ന് രാത്രി ഒരു മാനസാന്തരത്തിൻ്റെ ഹൃദയമുണ്ടെങ്കിൽ നീയും ഞാനും ഒരു സക്സസ്ഫുൾ മാൻ്റെ ഗ്രൂപ്പിലേക്ക് എണ്ണപ്പെടാൻ സാധ്യതയുണ്ട്. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. വന്ന വീഴ്ചയിൽ ഒരിക്കലും നാം സമാധാനം കണ്ടെത്തരുത് കേട്ടോ. റിപ്പൻറ്റ് ആൻഡ് റിട്ടേൺ. പ്രൈസ് ഗോഡ്. ഹംബിൾ ഹിംസെൽഫ്. ഇതായിരുന്നു ദാവീദിൻ്റെ ഉയർച്ചയ്ക്ക് കാരണം. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം. 5-ാമത്തെ ആളാണ് നാം പറയുന്ന കർത്താവായ യേശു ക്രിസ്തു, സക്സസ്ഫുൾ പേഴ്സൺ. പ്രൈസ് ഗോഡ്. പിന്നെ അവൻ പുരുഷാരത്തോട് തൻ്റെ ശിഷ്യന്മാരെ അരികെ വിളിച്ചിട്ട് അവരോട് പറഞ്ഞത്, മാർക്ക് 8:36 അതിൻ്റെ 34 മുതൽ വായിക്ക് പറയുന്നത്, ഒരുവൻ എന്നെ അനുഗമിക്കാൻ ആഗ്രഹിച്ചു കഴിഞ്ഞാൽ തന്നെത്താൻ ഇച്ഛിച്ച്, സ്തോത്രം, തന്നെത്താൻ അവനെ തന്നെ ത്യജിച്ചു കളഞ്ഞിട്ട് എൻ്റെ ക്രൂശ് എടുത്ത് എന്നോട് നടക്കുവാൻ, എന്നോട് അനുഗമിക്കുവാൻ തയ്യാറായി തീരട്ടെ. എന്നിട്ട് ആരെങ്കിലും അവൻ്റെ ജീവനെ രക്ഷിക്കുവാൻ ആഗ്രഹിക്കുന്നെങ്കിൽ, എന്ന് പറഞ്ഞാൽ എനിക്ക് എൻ്റെ കാര്യം നോക്കിയില്ലെങ്കിൽ നടക്കില്ല എന്ന് ആരെങ്കിലും ചിന്തിച്ചു കഴിഞ്ഞാൽ, യു ആർ ലൂസിങ് ദ മേഴ്സി ആൻഡ് ഗ്രേസ് ഓഫ് ഗോഡ്. എനിക്ക് എൻ്റെ കാര്യം നടക്കണം ഇത് പറഞ്ഞു കഴിഞ്ഞാൽ ദൈവസന്നിധിയിലെ കാര്യത്തെക്കുറിച്ചായി പറയുന്നത് കേട്ടോ, ജോലിയിലെ കാര്യമല്ല പറഞ്ഞത്. ദൈവത്തിന് സ്തോത്രം. ദൈവസന്നിധിയിൽ ദൈവസഭയോട് വിശ്വാസത്തോട് നിൻ്റെ പ്രാർത്ഥനാ ജീവിതത്തോട് ദൈവത്തിന് സ്തോത്രം. കർത്താവ് നമ്മെ ഉറ്റുനോക്കുന്നൊരു ദൈവമാണ്. അപ്പോൾ ഈ ഒരു കാര്യം നാം ഒരിക്കലും മറക്കരുത്. ശൗലിൻ്റെ ആരംഭ ദിവസം മുതലേ ദൈവം അവന് സമയം കൊടുത്തിരുന്നു.
പക്ഷെ അവൻ റിപ്പൻ്റ് ആയില്ല, മടങ്ങി വന്നില്ല. അതുകൊണ്ട് അന്ന് മുതൽ ദൈവം മറ്റൊരുവനെ അന്വേഷിച്ചു, കണ്ടെത്തി, ഒരു സക്സസ്ഫുൾ മാനെ. ദൈവമക്കളെ, നമ്മളെയും കൊണ്ട് ജീവിതത്തിൽ സക്സസ് ആകാൻ പറ്റുന്നില്ലെങ്കിൽ ആകുന്ന ഒരുവനെ ദൈവം അന്വേഷിക്കുന്നുണ്ട്. ദാവീദ് ഒരു മാനസാന്തരമുള്ള ഹൃദയമായിരുന്നു. തൻ്റെ വീഴ്ചയുടെ സമയത്ത് താൻ മടങ്ങി വന്ന് ദൈവസന്നിധിയിൽ റിപ്പൻ്റ് ചെയ്യുമായിരുന്നു. അങ്ങനെ അദ്ദേഹം ഒരു സക്സസ്ഫുൾ മാനായിത്തീരുന്നത്. ഹല്ലേലൂയ, സ്തോത്രം, ഹല്ലേലൂയ. ദൈവത്തിൻ്റെ വചനം യേശുക്രിസ്തു പറയുമ്പോൾ പറയുന്നത്, നീ എന്ത് കുടിക്കും എന്ത് തിന്നുമെന്നൊന്നും ഓർത്ത് നീ ഭാരപ്പെടരുത്, സകലതും നിനക്ക് വേണ്ടി കരുതുന്ന ഒരു ദൈവമുണ്ട്. സ്തോത്രം, ഹല്ലേലൂയ. ആദ്യമേ ദൈവരാജ്യവും അവൻ്റെ നീതിയും അന്വേഷിക്കുക, അതോടുകൂടി സകലതും നിറവേറും. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. നാം കഴിഞ്ഞ ആഴ്ച പറഞ്ഞ കൂട്ടത്തിൽ ഞാൻ പറഞ്ഞു നിർത്തിയിരുന്നു. ഹല്ലേലൂയ. ആരാന്നറിയാമോ? ഹൂ വാസ് നോട്ട് എ സക്സസ്ഫുൾ മാൻ ഇൻ ദ ബൈബിൾ? പ്രൈസ് ഗോഡ്. ദൈവത്തിൻ്റെ വചനത്തിൽ സക്സസ്ഫുൾ ആകാത്ത ആരെങ്കിലും ഉണ്ടായിരുന്നോ? സക്സസ്ഫുൾ ആയവരെക്കുറിച്ചാണ് നമ്മൾ ഇത്രയും കേട്ടെ. ദൈവത്തിന് സ്തോത്രം. 1 കൊരിന്ത്യ ലേഖനം 10-ാം അധ്യായത്തിൻ്റെ 1 മുതൽ 12 വരെയുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ, സ്തോത്രം, സഹോദരന്മാരെ, നമ്മുടെ പിതാക്കന്മാരെല്ലാവരും ഒരു വലിയ സാക്ഷ്യം അവിടെ പറയുക. എന്ന് പറഞ്ഞാൽ മറ്റൊന്നുമല്ല, സകല നന്മകളും ദൈവം തൻ്റെ ജനത്തിന് കൊടുത്ത് തന്നെ നടത്തിയതനുസരിച്ച അവിടെ വിശദീകരിക്കുന്നത്. എന്നിട്ട് പറയുകയാണ് 9-ാം വാക്യം. യെസ്, മനസ്സിലാക്കണേ, അൺസക്സസ്ഫുൾ പേഴ്സൺ. ദൈവം നമ്മുടെ പ്രാർത്ഥനയ്ക്ക് മറുപടി തന്നതുകൊണ്ട് നാം ഒരു സക്സസ്ഫുൾ പേഴ്സൺ ആണെന്ന് പറയരുത്. ദൈവമില്ലാത്തവൻ പ്രാർത്ഥിച്ചാൽ അതിനും മറുപടി കിട്ടുന്നുണ്ട്. കാരണം എന്താ അറിയാമോ? പെന്തക്കോസ്തുകാരുടെ പ്രാർത്ഥനയ്ക്ക് മാത്രമല്ല മറുപടി ലഭിക്കുന്നത്. ഭൂമിയിലുള്ള ഏത് മനുഷ്യനും കഷ്ടതയിൽ പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ, നിലവിളിച്ചാൽ, അവൻ്റെ ദൈവത്തോട് അന്വേഷിച്ചാൽ ദൈവം അവന് ആവശ്യമായ ആഹാരം കൊടുക്കും. സ്തോത്രം. കാക്കകളെ നോക്കുവീൻ. കാക്ക എത്ര വർഷിപ്പ് ചെയ്യുന്നുണ്ട്? കാക്ക എത്ര യോഗത്തിന് പോകുന്നുണ്ട്? കാക്ക കൈയടിക്കാറുണ്ടോ? പാട്ട് പാടാറുണ്ടോ? കീബോർഡ് വായിക്കാറുണ്ടോ? ഇല്ല. പക്ഷേ അതിനുള്ള ആഹാരം കൊടുക്കുന്നുണ്ട്. ദൈവത്തിന് സ്തോത്രം. അതുകൊണ്ട് നമ്മുടെ പ്രാർത്ഥനകൾക്ക് മറുപടി ലഭിക്കുന്നു. എൻ്റെ ആവശ്യങ്ങളെല്ലാം നടക്കുന്നു. എന്നെ ആപത്തിൽ നിന്ന് ദൈവം സൂക്ഷിച്ചു. വണ്ടി ഇടിക്കാൻ തുടങ്ങേണ്ടതായിരുന്നു, പക്ഷേ അത് ഇടിക്കാതെ മാറിപ്പൊക്കളഞ്ഞു. എന്നെ ഒരാൾ വെടിവെക്കാൻ വന്നായിരുന്നു, പക്ഷേ അതവന് തോക്ക് കയ്യിൽ ഉണ്ടയില്ലാതായിപ്പോയി. ഇതൊക്കെയല്ല സാക്ഷ്യം. ഇത് സാക്ഷ്യമാണ്. ദൈവപൈതലിനെ സംബന്ധിച്ച് അത് ദൈവസ്ഥനിൽ പ്രൈസ് വേർഡാണ്. പക്ഷേ ദൈവത്തിന് സ്തോത്രം, ഇതുകൊണ്ടൊന്നും നീ ഒരു സക്സസ്ഫുൾ മാനല്ല എന്നാ വചനം പഠിപ്പിക്കുന്നത്. ദൈവത്തിന് മഹത്വം. എന്നിട്ട് പറയുന്നത്, ഇവിടെ പറയുന്നത്, ഇതെല്ലാം അനുഭവിച്ച് തിന്നു കുടിച്ചു സന്തോഷിച്ചിരിക്കുമ്പോഴും ഇവർ മിക്കപേരും എന്തോ കൊടുത്തു? അവരെ മരുഭൂമിയിൽ തള്ളിയിട്ടു. അവർക്ക് ചോദിക്കാം, ദൈവമേ, നീയല്ലേ ഞങ്ങളുടെ പ്രാർത്ഥന കേട്ടത്? നീയല്ലേ ഞങ്ങളെ ഇത്രത്തോളം കൊണ്ടുവന്നത്? പിന്നെ എന്തിനാ ഞങ്ങളെ തള്ളിയിട്ടത്? സ്തോത്രം. അതിൻ്റെ താഴ്വശം വായിക്കുമ്പോൾ അറിയാം. അതൊക്കെ ഒരു ദൃഷ്ടാന്തമായി, ദാറ്റ് ഈസ് എ എക്സാമ്പിൾ ഫോർ അസ്, ഫോർ ലീവിങ് പീപ്പിൾ ആയിരിക്കുന്ന നമ്മളോട് പറഞ്ഞിരിക്കുക പൗലോസ്. അവർക്ക് ദുർമോഹം എന്നൊരു സംഭവം ഉണ്ടായിരുന്നു. അടുത്തത് ആ ഭാഗം നിങ്ങൾ കളിക്കുവാൻ എഴുന്നേറ്റു എന്നുള്ള ഭാഗം നിങ്ങൾ വായിക്കേണ്ടത് എക്സോഡസ് ഇപ്പോൾ വായിക്കേണ്ട, വീട്ടിൽ പോയിട്ട് നോട്ട് എടുക്കേണ്ടവർക്ക് എഴുതാം. പുറപ്പാട് പുസ്തകം 32-ാം അധ്യായത്തിൻ്റെ 1 മുതൽ 7 വരെയുള്ള വാക്യങ്ങളിലുണ്ട് എന്താണ് ഈ കളിപ്പാൻ എഴുന്നേറ്റു എന്ന് പറയുന്നത്. കാരണം അതിൻ്റെ വളരെ ചുരുക്കമായിട്ട് പറഞ്ഞാൽ, ദൈവത്തിന് നീ ആരാധന കൊടുക്കേണ്ട ആ സമയത്ത്, ദൈവസന്നിധിയിൽ നീ ഇരിക്കേണ്ട സമയത്ത്, നിൻ്റെ മനസ്സിൻ്റെ ഉല്ലാസമാകുന്ന കാര്യത്തിന് വേണ്ടി, നിൻ്റെ മനസ്സിന് സമാധാനവും സന്തോഷവും വരുന്നതിന് നീ ഇടപെട്ടു. ഇത്രയേ ഉള്ളൂ. വെരി സിമ്പിൾ ഈസ് ദാറ്റ്. പ്രൈസ് ഗോഡ്. അത് വായിക്കണം. അതിപ്പോൾ വായിക്കണ്ട. പുറപ്പാട് 32-ന്റെ 1 മുതൽ 7 വരെ എഴുതിയിട്ടുണ്ട്. എന്തുവാ അവർ കഴിച്ചു കഴിഞ്ഞിട്ട് കളിക്കാനൊക്കെ എണ്ണിച്ചെന്നുള്ള കാര്യം. ദൈവവേദലേ, നമ്മളെക്കുറിച്ച് ദൈവം ആഗ്രഹിക്കുന്നത് നിന്റെ മനസ്സിന് സന്തോഷമുള്ളത് തിരഞ്ഞെടുക്കാനല്ല, നീ ദൈവത്തിന് കൊടുക്കാനുള്ള ആരാധനയും ബഹുമാനവും കൊടുക്കുവാനാ
ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്. സ്തോത്രം. 8-ാം വാക്യം പറയുന്നത്, അതിൻ്റെ അറിയണമെന്നുണ്ടെങ്കിൽ നമ്പേഴ്സ് സംഖ്യാപുസ്തകം 25-ാം അധ്യായത്തിൻ്റെ 1 മുതൽ 10 വരെ വായിച്ചാൽ അറിയാം ആ ചരിത്രം എവിടെയാണെന്നുള്ള കാര്യം. എന്നിട്ട് 9-ാം വാക്യം പറയുന്നു, നാം കർത്താവിനെ പരീക്ഷിക്കരുത്. നാം കർത്താവിനെ പരീക്ഷിക്കരുത്. ചിലർ ഈ റെഡ് ലൈറ്റിൻ്റെ അവിടെ ചെന്നിട്ട് അവിടെ ഗ്രീൻ ലൈറ്റ് ഉള്ളപ്പോഴേ ഇങ്ങനെ കർത്താവേ നീ ദൈവമാണെങ്കിൽ ഇത് ഞാൻ പോകുന്നവരെ കത്തി നിൽക്കണം. മനസ്സിലായോ? ഗ്രീൻ ലൈറ്റ് പാസ് ചെയ്യുന്ന കർത്താവേ ഇത് കത്തി നിൽക്കണം, ഞാൻ സ്പീഡിൽ പോവാ, കർത്താവേ ഒരു പ്രശ്നവും ഉണ്ടാകരുത്. ദൈവത്തെ ഇങ്ങനെയുള്ള കാര്യങ്ങളിലല്ല പരീക്ഷിക്കേണ്ടത്. ഗ്രീനും യെല്ലോയും പച്ചയും കിട്ടുന്നതനുസരിച്ച് നിൻ്റെ ദൈവം നിന്നെ സ്നേഹിക്കുന്നെന്ന് പരിശോധിക്കാൻ നിൽക്കരുത്. സിഗ്നൽ ലൈറ്റ് കൊണ്ടല്ല ദൈവത്തെ പരീക്ഷിക്കേണ്ടത്. നീ ഓവർകം ചെയ്യുമ്പോൾ നിനക്ക് ഓവർകം ചെയ്യുന്നവൻ കുറച്ച് സ്പീഡ് കുറച്ച് പോകാനെ കൊണ്ടിട്ട് ദൈവമേ അങ്ങ് ഇപ്പോൾ ഇടപെടണേ, ഞാൻ പെട്ടെന്ന് പോവാ. ദൈവത്തെ അങ്ങനെ പരീക്ഷിക്കരുത്. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. അതിന് ബുദ്ധിയും ജ്ഞാനവും മാത്രം മതി. ദൈവഹിതപ്രകാരമുള്ള കാര്യങ്ങൾ തിരഞ്ഞെടുക്കുക എന്ന് പറയുന്നത് ഹൗ ടു പ്ലീസ് യുവർ ഗാഡ്. നീ ദൈവത്തെ എങ്ങനെ പ്രസാദിപ്പിക്കാം എന്നുള്ളതാണ്. ദൈവത്തിന് മഹത്വം. ഹല്ലേലൂയ. എന്നിട്ട് പറയുന്നു, നാം കർത്താവിനെ പരീക്ഷിക്കരുത്, നമ്മളിലൊരു പിറുപിറുപ്പുണ്ടാകരുത്. പിന്നെ പ്രൈസ് ഗാഡ്, ഹല്ലേലൂയ. നമ്മളിൽ പിറുപിറുപ്പുണ്ടാകാറില്ലേ? മർമറിങ്, രഹസ്യമായിട്ടൊരു സംസാരം, ഏതിനും ഒരു കുറ്റം പറയുക പാടില്ലെന്നാണ് കർത്താവ് പറഞ്ഞേ. നീ പിറുപിറുക്കുന്നത് കർത്താവ് കേട്ടോണ്ടിരിക്കുക. ഉടനെ ഒന്നും അതിന് മറുപടി ലഭിച്ചില്ലെങ്കിലും ദൈവമക്കളാ നമ്മുടെ വായിൽ നിന്ന് പിറുപിറുപ്പുണ്ടാകരുത്. സ്തോത്രം. ഏതെങ്കിലും കാര്യങ്ങൾ ദൈവിക വളർച്ചയ്ക്ക് വേണ്ടി, ആത്മീയ നന്മയ്ക്ക് വേണ്ടി നല്ല ആശയത്തോട് പറയുമ്പോൾ അന്യോന്യം മാറി നിന്ന് പിറുപിറുക്കുകയും അതിനെ ഡിസ്കസ് ചെയ്യുകയും ക്രിട്ടിസൈസ് ചെയ്യുകയും ചെയ്യുന്നത് ഒരു സക്സസ്ഫുൾ മാൻ്റെ ക്വാളിഫിക്കേഷൻ അല്ല എന്ന് നാം വ്യക്തമായി മനസ്സിലാക്കണം. പ്രൈസ് ഗാഡ്, ഹല്ലേലൂയ. ഇതൊരു ദൈവസഭയോട് ശക്തമായി പറഞ്ഞേ പറ്റുള്ളൂ, കാരണം ഇതൊരു ദൈവസഭയാണ്. പ്രൈസ് ഗാഡ്, ഹല്ലേലൂയ. അടുത്തത് പറയുന്നതെന്തറിയാമോ? ഇത് ദൃഷ്ടാന്തമായിട്ട് അവര് സംഭവിച്ചു. പ്രൈസ് ഗാഡ്. അപ്പോൾ പിറുപിറുപ്പുണ്ടായി, അവർ നഷ്ടപ്പെട്ടു പോയി. ദൈവത്തെ പരീക്ഷിച്ചു, അവർ നഷ്ടപ്പെട്ടു പോയി. പ്രൈസ് ഗാഡ്. അവർക്ക് ഒരു ഫെയ്ത്ത്ഫുൾ പേഴ്സൺ ആകാൻ പറ്റിയില്ല, ഒരു സക്സസ്ഫുൾ പേഴ്സൺ ആകാൻ പറ്റിയില്ല. സകലതും ദൈവത്തിൽ നിന്ന് അവർ പ്രാപിച്ചിരുന്നു, അനുഭവിച്ചിരുന്നു. പ്രൈസ് ഗാഡ്, ഹല്ലേലൂയ. എന്ന് 12-ാം വാക്യം ഒന്ന് വായിച്ച്, ആകയാൽ അവിടെ പറയുന്നത്, ആകയാൽ നിൽക്കുന്നുവെന്ന് തോന്നുന്നവൻ വീഴാതിരിപ്പാൻ സൂക്ഷിച്ചുകൊള്ളുവീൻ. പ്രൈസ് ഗാഡ്, ഹല്ലേലൂയ. ബൈബിളിൽ എല്ലാവരും ദൈവത്തിൻ്റെ ദൃഷ്ടിയിലെ വിജയാളികളല്ല. പ്രൈസ് ഗാഡ്. എല്ലാവരും വിജയിക്കില്ല. സ്തോത്രം. ചിലർക്ക് വലിയ അവസരങ്ങൾ ലഭിച്ചേക്കാം, നല്ല തുടക്കം, ദൈവിക വിളി. പക്ഷേ അവസാനം വരുമ്പം അൺസക്സസ്ഫുൾ ആയിട്ടുള്ള ഒരു സർട്ടിഫിക്കേഷൻ ദൈവത്തിൽ നിന്ന്. കാരണം നിൻ്റെ വിളിക്ക് തക്കവണ്ണം നീ അവസാനം വരെ ഓടി നിൽക്കുവാൻ പറ്റിയില്ല. സ്തോത്രം. അതുകൊണ്ട് നാം ഈ ദിവസങ്ങളിൽ ഒത്തിരി സൂക്ഷിച്ചു വേണം നമ്മുടെ ആത്മീയ ജീവിതം കൈകാര്യം ചെയ്യുവാൻ. ദൈവമക്കളോട് ഞാൻ വീണ്ടും പറയട്ടെ, നമ്മുടെ പ്രാർത്ഥന കേട്ടതുകൊണ്ട് ഡോണ്ട് തിങ്ക് ദാറ്റ് വി ആർ എ സക്സസ്ഫുൾ പേഴ്സൺ. നിനക്കൊരു ഭാര്യയെ കിട്ടിയതുകൊണ്ട്, ഒരു ഭർത്താവിനെ കിട്ടിയതുകൊണ്ട്, ഒരു കുഞ്ഞിനെ കിട്ടിയതുകൊണ്ട്, ഒരു ജോലി കിട്ടിയതുകൊണ്ട്, ശമ്പളത്തിന് ഇൻക്രിമെൻ്റ് കിട്ടിയതുകൊണ്ട്, പുതിയ വാഹനം വാങ്ങിച്ചതുകൊണ്ട്, ഒരു വലിയ സഭ നിന്നെ കിട്ടിയതുകൊണ്ട് യു ആർ നോട്ട് എ സക്സസ്ഫുൾ ഇൻ ഗോഡ്സ് സൈറ്റ്. ഇത് പ്രത്യേകം മനസ്സിലാക്കണം. നാം പോലും അറിയാതെ ശൗലിൻ്റെ മേൽ നോക്കിയ ഒരു കർത്താവിൻ്റെ ദൃഷ്ടി നമ്മുടെ മേലുണ്ട് എന്ന് നാം മറന്നു പോകരുത്. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. അടുത്ത ഒരാളായിരുന്നു, സ്തോത്രം, ശൗല്. നാം അത് കേട്ടു. എ മാൻ ഹു സ്റ്റാർട്ടഡ് വെൽ ബട്ട് എൻഡഡ് ഇൻ ഫെയിലിയർ. ആരംഭം ഭയങ്കര അനുഗ്രഹമായിരുന്നു. സ്തോത്രം. ശൗൽ ഇസ്രായേലിൻ്റെ ആദ്യ രാജാവായിരുന്നു.
ദൈവം തന്നെയാണ് അവനെ തിരഞ്ഞെടുത്തത്. എന്നാൽ ദൈവത്തിൻ്റെ ദൃഷ്ടിയിൽ അവനൊരു വിജയായ മനുഷ്യനായി കാണുവാൻ, സക്സസ്ഫുള്ളായ പേഴ്സണായി കാണുവാൻ ഇടയായില്ല. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. 1 ശമൂവേൽ 15-ാം അധ്യായത്തിൻ്റെ 22 മുതലുള്ള വാക്യങ്ങളിൽ സ്തോത്രം അതിൽ പറയുന്നത്, ശമൂവേൽ പറഞ്ഞത് യഹോവയുടെ കൽപ്പന അനുസരിക്കുന്നത് പോലെ ഹോമയാഗങ്ങളും ഹനനയാഗങ്ങളും യഹോവയ്ക്ക് ക്വസ്റ്റ്യനാ, അവിടെ ചോദ്യമാണ്. ഇത് അനുസരിക്കുന്നത് യാഗത്തെക്കാളും 23 മത്സരം കണ്ടോ എന്തുവാ ശൗലേ നിനക്ക് പറ്റിപ്പോയത്? ഞാൻ മറ്റുള്ളവർ എന്നെക്കുറിച്ച് എന്ത് പറയുമെന്നുള്ളൊരു ഭയം എന്നിൽ ഉണ്ടായിപ്പോയി. നിന്റെ ജീവിതം സക്സസ് ആകാഞ്ഞതിൻ്റെ കാരണം നിന്റെ കുടുംബത്തിലുള്ളവരെ നീ ഭയപ്പെട്ടു, നിന്റെ ബന്ധുമിത്രാദികളെ നീ ഭയപ്പെട്ടു, നിന്നെ സ്നേഹിക്കുന്നവരെ നീ ഭയപ്പെട്ടു. അതുകൊണ്ട് അവർ ലീഡ് ചെയ്തതുപോലെ നിന്റെ കാര്യങ്ങൾ പോയി. കർത്താവിൻ്റെ വചനം ശക്തമായി പറയുന്നു, യു ആർ നോട്ട് എ സക്സസ്ഫുൾ പേഴ്സൺ. നിന്റെ തുടക്കം വളരെ അനുഗ്രഹമായിരുന്നു. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. എന്നിട്ട് പറയുകയാണ്, ഹല്ലേലൂയ, നിന്റെ രാജ്യത്വം നിലനിൽക്കുകയില്ല. നല്ല തുടക്കം വിജയമല്ല കേട്ടോ, അതൊന്നും ഓർത്തോണം. ഒരു നല്ല തുടക്കം വിജയത്തിനുള്ളതല്ല. ഹല്ലേലൂയ. എന്നാൽ അവസാനം ദൈവികമായി തീരുന്നെങ്കിൽ അതാണ് വിജയമെന്ന് പറയുന്നത്. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. ഭൗമികമായ അനുസരണം, പാർഷ്യൽ ഒബീഡിയൻസ്, ഹല്ലേലൂയ, ദൈവത്തിന് സ്തോത്രം. എന്നിട്ട് ഫിയർ ഓഫ് പീപ്പിൾ. എന്താ നിനക്ക് പറ്റിയ വീഴ്ച? നീ എന്താണ് ഒരു സക്സസ്ഫുൾ പേഴ്സൺ ആകാഞ്ഞത്? നീ ആൾക്കാരെ ഭയപ്പെട്ടു, കുടുംബക്കാരെ പേടിച്ചു, നിന്റെ ബന്ധങ്ങൾ, ഫ്രണ്ട്ഷിപ്പ് നഷ്ടമാകുമോ നീ ഭയന്നു. സ്തോത്രം, ഹല്ലേലൂയ. സാഹചര്യം വരുമ്പോഴൊക്കെ ഒരു ഒബീഡിയൻസ് സ്വഭാവം ഉണ്ടായിരുന്നു. അടുത്തത് പ്രൈഡ്, നിന്റെ അഹങ്കാരം. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ, ഹല്ലേലൂയ. റിജക്റ്റഡ് ഗാഡ്സ് വേർഡ്. ദൈവത്തിൻ്റെ വചനത്തിന് വില കൊടുക്കാതെ മറ്റുള്ളവരുടെ കാര്യങ്ങളൊക്കെ പുള്ളിക്കാരൻ ഭയങ്കര കൺസേൺ ആയിരുന്നു. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. യഹോവയുടെ ആത്മാവ് ശൗലിനെ വിട്ടുപോയി. ഇത്രയും കാര്യം ചെയ്തപ്പോൾ, ഈ കാര്യങ്ങൾ ചെയ്യുന്നതിന് മുൻപ് വരെ ഹി വാസ് എ സക്സസ്ഫുൾ പേഴ്സൺ. പക്ഷേ ഇത്രയും കാര്യങ്ങൾ ചെയ്തപ്പോൾ, ഇത് വളരെ ശ്രദ്ധിക്കണം, ദൈവത്തിൻ്റെ ആത്മാവ് വിട്ടുപോയി. ദൈവത്തിൻ്റെ ആത്മാവ് ഒരു ദിവസം രാവിലെ, ശൗലേ, ഞാൻ രാവിലെ 7 മണിയാകുമ്പോൾ നിന്നെ വിട്ടങ്ങ് പോവാ കേട്ടോ, ഇങ്ങനെ പറഞ്ഞിട്ടൊന്നുമല്ല പോയത്. ഞാൻ ഒത്തിരി നോക്കി നിൻ്റെ കാര്യങ്ങളൊക്കെ, നീ നാട്ടുകാരും വീട്ടുകാരും പറയുന്നതൊക്കെ കേട്ടു, ഞാൻ നാളെ വൈകിട്ട് നിന്നെ വിട്ടങ്ങ് പോവുക. ഇവൻ പോലും അറിഞ്ഞില്ല വിട്ടുപോയത്. ഇന്ന് രാത്രി ഒരു കാര്യം മനസ്സിലാക്കണമേ, ദൈവത്തിൻ്റെ ആത്മാവ് നമ്മളിൽ നിന്ന് വിട്ടുപോകുന്നത് പറഞ്ഞിട്ടല്ല. അതുകൊണ്ട് ഇന്ന് രാത്രി നാം ചിന്തിക്കണം, കർത്താവേ, അങ്ങയുടെ ആത്മാവിനിൽ നിന്ന് വിട്ടുപോകാതെ ഒരു സക്സസ്ഫുൾ പേഴ്സണായി ദൈവസന്നിധിയിൽ കാണുവാൻ എനിക്കിടയാക്കണമേ. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. രണ്ടാമത്തൊരു അൺസക്സസ്ഫുൾ പേഴ്സൺ ഉണ്ട്, സാംസൺ. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. ജഡ്ജസ്, ന്യായാധിപന്മാരുടെ പുസ്തകം 16-ാം അധ്യായത്തിൻ്റെ 19 മുതൽ 21 ഭാഗങ്ങൾ. അവനെ മടിയിൽ ഉറക്കി ഒരു ആളെ വിളിപ്പിച്ച് തലയിലെ ജട 7 കളയിച്ചു, ഇല്ലേ? 9-ാം വാക്യം അങ്ങനെയാണ് അവിടെ പറയുന്നത്. 19-ാം വാക്യം 20. ഫെലിസ്ത്യൻ ഇതാ വരുന്നുവെന്ന് പറഞ്ഞു. ഉടനെ അവൻ ഉറക്കമിടുന്നു. യഹോവ, ഇത് മനസ്സിലാക്കണം, ആ വാക്കിന് വേണ്ടി ഞാനത് വായിച്ചേ. ദൈവമക്കളെ, യഹോവയായ ദൈവത്തിൻ്റെ സാന്നിധ്യം അവനെ വിട്ടു എന്നറിയാതെ, മനസ്സിലായോ പറഞ്ഞേ? അപ്പോൾ ദൈവസാന്നിധ്യം വിട്ടുപോകുന്നത് പറഞ്ഞിട്ടല്ല എന്ന് പറയാനാണ് ഞാൻ ഈ ഭാഗം വായിപ്പിച്ചത്. യു അണ്ടർസ്റ്റാൻഡ് വാട്ട് ഐ ആം സേയിങ്? ദൈവസാന്നിധ്യം ഒരുവനെ വിട്ടുപോകുന്നത് പറഞ്ഞിട്ടല്ല. പഴയ പോലെ പാടാം, പഴയ പോലെ കിടക്കാം, പഴയ പോലെ കൈയടിക്കാം, എവറിഥിങ് യു ക്യാൻ ഡു ലൈക്ക് ബിഫോർ. പക്ഷേ ദൈവസാന്നിധ്യം വിട്ടുപോയ കാര്യം പിന്നീട് അറിയത്തുള്ളൂ. അത് ഫലം വരാതിരിക്കുമ്പോഴാണ് അറിയുന്നത് ഈ വ്യക്തിയിൽ നിന്ന് ദൈവസാന്നിധ്യം നഷ്ടപ്പെട്ടു പോയെന്ന്.
മനസ്സിലായോ പറഞ്ഞേ? യോഗത്തിന് വരുന്നത് കൊണ്ടോ എന്ത് ചെയ്യുന്നത് കൊണ്ടോ ദൈവസാന്നിധ്യം ഉണ്ടാകണമെന്നില്ലേ. നീ പഠിച്ചതനുസരിച്ചും പ്രാക്ടീസ് ചെയ്തതനുസരിച്ചും വി ക്യാൻ കണ്ടിന്യൂ ദാറ്റ്. പക്ഷെ ദൈവ സാന്നിധ്യം വിട്ടുപോകുന്നത് സാംസനെ നീ അറിഞ്ഞില്ല. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. എന്നിട്ട് വിചാരിച്ചു. ഹല്ലേലൂയ. ഒരു കാര്യം മനസ്സിലാക്കണമേ, നിന്നെ വിഴുങ്ങുവാൻ നിന്റെ തലമുറയെ നോട്ടമിട്ട് വരുന്ന ചില ദുഷ്ടന്റെ മുൻപാകെ എഴുന്നേറ്റ് വന്ന് രാത്രിയുടെ യാമങ്ങളിൽ പകലിന്റെ യാമങ്ങളിൽ നീ ശാസിക്കുമ്പോൾ, ഹല്ലേലൂയ, അതിൽ അത്ഭുതങ്ങൾ നടക്കണമെങ്കിൽ നിന്നിൽ വിട്ടുപോകാത്തൊരു അഭിഷേകം ഉണ്ടായിരിക്കണം ദൈവത്തിലേ. ഇതൊരു ദൈവമക്കളോട് മാത്രം പറയുന്നതാകട്ടോ. ഇതൊരു ദൈവമക്കൾക്കുള്ള വചനമാണ്. ഇത് ദൈവവചനമില്ല, ദൈവമക്കളോട് അല്ലാത്തവരോടുള്ള വചനമല്ലിത്. കാരണം ദൈവത്തിൻ്റെ ആത്മാവിനാൽ നടത്തപ്പെടുന്നവരോടുള്ള ദൈവത്തിൻ്റെ വചനമാ. ദൈവത്തിൻ്റെ ആത്മാവ് നിന്നിൽ നിന്ന് വിട്ടുപോകാതെ ബി കെയർഫുൾ. സാഹചര്യം അനുസരിച്ച്, ചുറ്റുപാടനുസരിച്ച് സ്തോത്രം, ഹല്ലേലൂയ, നടക്കുന്നതല്ല സ്തോത്രം ക്രിസ്തീയ ജീവിതം. ഹല്ലേലൂയ. എന്നിട്ട് അതിൻ്റെ 21-ാം വാക്യത്തിൻ്റെ അവസാനം വരുമ്പോൾ സ്തോത്രം, അവനെല്ലാം സ്വയം എന്നുള്ളതെല്ലാം നഷ്ടപ്പെട്ടു പോയി. സ്വയം നിയന്ത്രണം അവനിൽ നിന്ന് തന്നെ താനെ ഇല്ലാതെ പോയി. അവൻ ഒരു അൺസക്സസ്ഫുൾ പേഴ്സണായി മാറി. ആരംഭം സക്സസ്ഫുൾ ആയിരുന്നു ഇല്ലേ? നീ പ്രാർത്ഥിച്ചു, ജ്ഞാനത്തിനു വേണ്ടി എല്ലാം തന്നു, സകല ശക്തിയും തന്നു. പക്ഷേ അവൻ്റെ എൻഡപ്പ് ലൈഫ് എങ്ങനെയാണെന്ന് അറിയാമോ? ദൈവ സാന്നിധ്യം നഷ്ടപ്പെട്ട് ഒരു അൺസക്സസ്ഫുൾ പേഴ്സണായി, സക്സസ് ആകാൻ കഴിയാത്ത ഒരു മനുഷ്യനായി തീർന്നു. ഹല്ലേലൂയ. പാപത്തോടു കൂടിയുള്ള തൻ്റെ ചേർന്ന് നടക്കുന്ന സ്വഭാവം. ഹല്ലേലൂയ. ദൈവ മുന്നറിയിപ്പുകളൊന്നും തള്ളിക്കളഞ്ഞ് മനസ്സിലാക്കാതെ നടന്ന ഒരു അനുഭവം. ഒരു കാര്യം മനസ്സിലാക്കണമേ, ദൈവിക വചനത്തിൽ കൂടെ നാം കേൾക്കുന്ന വാക്കുകൾ അത് നമ്മോളാന്ന് ഏറ്റെടുക്കുവാൻ കഴിയുന്നില്ല എങ്കിൽ നിന്നെ കൊണ്ട് നടക്കുന്നത് അശുദ്ധാത്മാവായെന്ന് മറക്കരുത്. ഞാൻ പറഞ്ഞു മനസ്സിലായോ? ദൈവത്തിൻ്റെ വചനം കേൾക്കുമ്പോൾ if you are not able to pay the attention, അതിൻ്റെ അർത്ഥം എന്താണെന്നറിയാമോ? നമ്മുടെ മേൽ വ്യാപരിക്കുന്നത് നിന്റെ ചെവിയെ, നിന്റെ കണ്ണിനെ മന്ദപ്പെടുത്തുന്ന, അതിനെ ബ്ലൈൻഡ് ആക്കുന്ന, കേൾക്കാൻ നിനക്ക് അനുവാദം തരാതിരിക്കുന്ന ഒരാത്മാവ് നിന്റെ കൂടെ യാത്ര ചെയ്യുന്നതുകൊണ്ട് നിനക്കത് തിരിച്ചറിയണമെങ്കിൽ പരിശുദ്ധാത്മാവ് നിന്റെ മേലുണ്ടെങ്കിൽ മാത്രമേ now the time for me to listen the word of God. ഈ സമയം ദൈവത്തിന്റെ വചനം ഞാൻ കേൾക്കുക, ഇതെന്നെ രൂപാന്തരപ്പെടുത്തുന്നതാ, ഇതെന്റെ മരുന്ന്, ദിസ് ഈസ് മൈ മെഡിസിൻ എന്ന് ചിന്ത ഉണ്ടാവണമെങ്കിൽ നിന്നിലൊരു ആത്മാവിന്റെ സാന്നിധ്യം ഉണ്ടാകണം. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. വരങ്ങൾ ഒരു പക്ഷെങ്കിൽ ഉണ്ടാകാം കേട്ടോ, പക്ഷേ വിശുദ്ധിയില്ലെങ്കിൽ വിജയമില്ല. ദൈവത്തിന് മഹത്വം. ജൂദ നമുക്കറിയാവുന്ന അടുത്തൊരു പേഴ്സണാണ്. ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുക. ദൈവം തിരഞ്ഞെടുത്തവനല്ലേ, പക്ഷേ ദൈവ സാന്നിധ്യം ഇല്ലാത്തവനായിപ്പോയി ജൂഡ അല്ലേ? പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. 12-ാം വാക്യം മത്തായി സുവിശേഷം 26-ാം അധ്യായത്തിൻ്റെ 12, 14 മുതൽ 16 വരെ വായിക്കുമ്പോൾ ഹല്ലേലൂയ, he was close to Jesus but lost everything. മനസ്സിലായോ പറഞ്ഞേ? ക്രിസ്തയേശുവിനോട് അടുത്തിരുന്നു, പക്ഷെ സ്വർഗത്തിൽ പേരെഴുതി കാണുവാൻ ഒരു ഭാഗ്യം കിട്ടിയില്ല. He was a unsuccessful person. എന്നെ ദൈവം തിരഞ്ഞെടുത്തല്ലേ, എത്രയായാലും എൻ്റെ കാര്യം ദൈവം നോക്കിക്കോളും. അല്ല സഹോദര, പ്രൈസ് ഗോഡ്. ഇത്രയും വചനത്തിൽ നമ്മൾ കേട്ടപ്പോൾ എന്നെ കേൾക്കുന്ന ദൈവജനമേ, നമ്മളിൽ ആരെങ്കിലും ഒരു സക്സസ്ഫുൾ ആകാൻ കഴിയാതെ വരാൻ സാധ്യതയുള്ളതുകൊണ്ട് ഇന്ന് രാത്രി നമുക്കൊരു മാനസാന്തരം വരണം. ദൈവദാസനാകുന്ന എനിക്ക് വരണം, കേൾക്കുന്ന നിങ്ങൾക്ക് വരണം. നാം എല്ലാം ആയി എന്ന് കരുതരുത്. കാരണം നിന്നെയും എന്നെയും വിഴുങ്ങുവാൻ നടക്കുന്ന, ചുറ്റി നടക്കുന്ന ഒരു അന്ധകാര ശക്തിയുണ്ട്. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. 14-ാം വാക്യം എന്താണെന്നറിയാമോ? മാത്യു 26.
മഹാപുരോഹിതന്മാരുടെ സഹോദര, നീ നേരത്തെ എവിടായിരുന്നു? യേശുവിൻ്റെ അടുത്തായിരുന്നു. നീ ചേർന്നൊക്കെ ഇരുന്നില്ലേ? പക്ഷേ നീ വന്നിരിക്കുന്നത് യേശുവിൻ്റെ അടുത്തും. നിന്റെ കൂട്ടുകെട്ട് എവിടാന്നറിയാമോ? മഹാപുരോഹിതന്മാരത്ത്. എന്തുവാ നിനക്ക് അവരുമായിട്ട് ബന്ധം? നീ വിട്ടതിനെ നീ വിടണം. നീ വിട്ടതിനെ വിട്ടില്ലെങ്കിൽ, അല്ലെങ്കിൽ വിടേണ്ടതിനെ നീ വിട്ടില്ലെങ്കിൽ, you are not a successful person. You will face failure in your life. എന്നിട്ട് നിങ്ങൾ എന്ത് തരും? അവൻ്റെ കൺസേൺ അതാണ്. ഇപ്പം നിങ്ങൾ എന്ത് തരും? സ്തോത്രം. നിന്റെ ആയുസ്സിനും നിന്റെ ആരോഗ്യത്തിനും നിന്റെ എറ്റേണൽ ലൈഫിനും മതിയായ ഒരുവനെ നീ കണ്ടുമുട്ടിയിട്ടും നീ ഇപ്പം ഭൗതികമായി അന്വേഷിക്കാൻ തുടങ്ങുക. വാട്ട് യു ആർ ഗോയിങ് ടു ഗീവ് മീ. അതാണ് ഒരു അൺസക്സസ്ഫുൾ പേഴ്സൺ. പറഞ്ഞാൽ മനസ്സിലായോ? സ്ഥാനം മോഹിച്ച് നടക്കുക. ഇപ്പൊ കിട്ടുന്നത് പോരാ. ഐ എം നോട്ട് സാറ്റിസ്ഫൈഡ് വിത്ത് മൈ പ്രസന്റ് ലൈഫ്, മൈ പ്രസന്റ് സിറ്റുവേഷൻ. അതുകൊണ്ട് കൂട്ടുകെട്ട് എവിടാന്നറിയാമോ? ഔട്ട്സൈഡ്. എന്നിട്ട് ചോദിക്കുന്ന ചോദ്യം വിത്ത് കണ്ടീഷൻ, ഞാൻ വരാം, ഏത് പൊസിഷൻ എനിക്ക് തരുന്നതെന്ന് പറ. ഐ വിൽ കം, ബട്ട് ടെൽ മീ വാട്ട് പൊസിഷൻ. ചിലർ രാഷ്ട്രീയത്തിലോട്ട് മാറുന്ന സമയത്ത് അവർ ചോദിക്കും, ഞാൻ നിങ്ങളുടെ പാർട്ടിയിലോട്ട് ചേരാം, നിങ്ങൾക്ക് എന്നെ MLA ആക്കാൻ പറ്റുമോ, അതോ MP ആക്കാൻ പറ്റുമോ, അതോ എന്തുവാ നിങ്ങൾ എനിക്ക് ഓഫർ ചെയ്യുന്നത്? അങ്ങനെയുണ്ടെങ്കിൽ എൻ്റെ കൂടെ കുറച്ച് ആൾക്കാരോടുണ്ട്, ഐ വിൽ കം ടു യുവർ പാർട്ടി. ഇന്ന് ദൈവിക സ്ഥാനവും അങ്ങനെ ആയി പോയില്ലേ? ദൈവത്തിന് മഹത്വം. ഈ ദേശത്തും അല്ലാത്ത ദേശത്തും എനിക്കറിയാവുന്ന ദൈവസന്നിധിയിൽ ആത്മാവിൽ സഭയിൽ പ്രയോജനമുള്ള പലരെയും ചൂണ്ടി വിളിച്ചുകൊണ്ടിരിക്കുക. മോനെ, ഞങ്ങൾക്ക് നിന്നെ പോലും ചെറുക്കനെ വേണം, മോളെ ഞങ്ങൾക്ക് നിന്നെ പോലും സഹോദരിയെ വേണം, പാടാനൊക്കെ ഉണ്ട്, നല്ല ലീഡിങ് നിനക്കുണ്ടല്ലോ. ഈ വ്യക്തി ഇത് കേട്ട് ആകെ അങ്ങ് ഐസ് പോലെ അങ്ങ് ആയിപ്പോവും. പിന്നെ അവിടെ പോകുന്നത്. ഞാൻ ചോദിക്കട്ടെ, നീ നിൽക്കുന്ന വസ്തുവിൽ നിനക്ക് ഫലം കായ്ക്കാൻ പറ്റാഞ്ഞത് എന്തുകൊണ്ടാണ്? ആരംഭത്തിൽ ഓർപ്പിച്ചതുപോലെ അപ്പുറത്തെ അച്ചായൻ്റെ വസ്തുവിനകത്ത് കൊണ്ട നട്ടാലേ നിനക്ക് മാങ്ങ ഉണ്ടാവുകയുള്ളയോ? അല്ല ദൈവവേദലേ, നീ ഒറ്റ ഒരുവൻ മതി, നീ ഒരൊറ്റ ആൾ മതി. മുട്ടുമേൽ നിന്ന് പ്രാർത്ഥിക്കാൻ ദൈവപ്രവൃത്തി നടക്കും. നീ ഒരു വ്യക്തി മതി, 1000 പേരെ എന്നെ കൊണ്ടുവരാൻ പറ്റും. മനസ്സിലായോ പറഞ്ഞേ? 1000 പേരുള്ളിടത്ത് നീ പോയി അവരെ സന്തോഷിപ്പിക്കാനല്ല ദൈവം നമ്മെ വിളിച്ചിരിക്കുന്നത്. നീ ഉള്ളിടത്ത് 1000 പേര് ദൈവത്താൽ നീയാൽ അനുഗ്രഹിക്കപ്പെടണം. അതാ നിന്നെക്കുറിച്ചുള്ള ദൈവത്തിൻ്റെ വിളി. യൂദാബായി ചോദിച്ചു, എന്ത് തരും? പ്രൈസ് ഗോഡ്. അടുത്തതെന്ന് അറിയാമോ? അന്ന് മുതൽ 16-ാം വാക്യം. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. അന്ന് മുതൽ, എന്ന് മുതൽ? നീ ഡിമാൻഡ് വെച്ചന്ന് മുതൽ, നിനക്ക് ഓഫർ കിട്ടുന്ന അന്ന് മുതൽ നീ ഒരു അൺസക്സസ്ഫുൾ പേഴ്സണായിട്ട് മാറിക്കൊണ്ടിരിക്കുക. മനസ്സിലായാൻ പറഞ്ഞേ? ഞാൻ വേദപുസ്തകത്തിൻ്റെ അടിസ്ഥാനത്തിലായി പറഞ്ഞേ. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. അതിനുശേഷം യൂദാസ് യേശുവിനോടൊപ്പം നടന്നു, അല്ലേ? എവിടെ ആള്? ഇവിടെ ഉണ്ട്. ഇടയ്ക്കൊന്ന് പോകും എന്നുള്ളതേ ഉള്ളൂ. എവിടാ പോകുന്നറിയാമോ? വല്ല സ്ഥാനം വല്ലതും കിട്ടുമോ കുറച്ചും കൂടെ? അല്ലാത്തപ്പോഴൊക്കെ യേശുവിൻ്റെ അടുത്തുണ്ട്. ദൈവവേദന യേശുവിൻ്റെ അടുത്തുണ്ടെന്നും പറഞ്ഞ് നീ ദൈവത്തിൻ്റെ പൈതാന്ന് വിചാരിക്കരുത്. ദൈവമാണ് നിന്നെ തിരഞ്ഞെടുത്തു എന്ന് പറഞ്ഞുകൊണ്ട് നോട്ട് ടു ബി പ്രൗഡ്. കാരണം എന്തറിയാമോ? ചില സാഹചര്യങ്ങൾ വന്നിട്ട് നീ പോലും അറിയാതെ നീ ഒരു അൺസക്സസ്ഫുൾ പേഴ്സൺ ആകാനിടയുണ്ട്. ദൈവത്തിന് മഹത്വം, ഹല്ലേലൂയ. എന്നിട്ട് എന്തായിരുന്നാലും അവൻ്റെ ജീവിതം പൂർണ്ണ പരാജയമായിരുന്നു. ക്രിസ്തുവിൽ തുടങ്ങിയ, ക്രിസ്തുവിനാൽ വിളിക്കപ്പെട്ട വ്യക്തികളുടെ ജീവിതം പലപ്പോഴും ഹല്ലേലൂയ അന്യപ്പെട്ട് അൺസക്സസ്ഫുള്ളായി പോകുന്ന ദൈവദാസന്മാരെ കണ്ടിട്ടില്ലേ? കുടുംബങ്ങളെ കണ്ടിട്ടില്ലേ? വ്യക്തിജീവികളെ കണ്ടിട്ടില്ലേ? എന്താ കാര്യം എന്നറിയാമോ? സ്തോത്രം. അവർ ഇപ്പോഴുള്ളതിനെക്കാട്ടിലും ദേ ആർ എക്സ്പെക്റ്റിംഗ് സംതിങ് മോർ. അത് അങ്ങനെ വരുമ്പോൾ മനസ്സിലാക്കിക്കോണം,
അത് നിൻ്റെ ആത്മീയ വീഴ്ചയ്ക്ക് തകരാറാ കാരണം സംഭവിക്കാൻ പോകുന്നത്. നീ പോലും അറിയാതെ ശൗലിൽ നിന്നും സാംസണിൽ നിന്നും ദൈവസാന്നിധ്യം വിട്ടുപോയതുപോലെ നിന്നിൽ നിന്നും എന്നിൽ നിന്നും ദൈവസാന്നിധ്യം വിട്ടുപോകുവാൻ ഇടയുണ്ട്. അതൊട്ട് അറിയത്തുമില്ല. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. അത് വിട്ടുപോയാലും പ്രസംഗിക്കാം, അത് വിട്ടുപോയാലും പ്രാർത്ഥിക്കാം, എല്ലാം ചെയ്യാം. ആം ഐ റൈറ്റ്? സ്തോത്രം. എന്നാൽ അവൻ്റെ വിളി അവന് മനസ്സിലാക്കാൻ പറ്റാതെ പോയി. അവനെക്കുറിച്ചുള്ള തെരഞ്ഞെടുപ്പ്, അവൻ്റെ ഭാവി, അവൻ്റെ ആത്മാവ്, ഇതൊന്നും യൂദയ്ക്ക് മനസ്സിലാക്കുവാൻ കഴിഞ്ഞിരുന്നില്ല. സ്തോത്രം. ലവ് ഓഫ് മണി, പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. ഹിപ്പോക്രസി, ഹല്ലേലൂയ. അത് കഴിഞ്ഞിട്ട് ഹല്ലേലൂയ ഒരു കയ്പിൻ്റെ അനുഭവം. ഇന്ന് രാത്രി ഞാൻ ദൈവസന്നിധിയിൽ പറയട്ടെ, ഒരു കയ്പിൻ്റെ അനുഭവം ഉണ്ടാകരുത് കേട്ടോ. അൺസക്സസ്ഫുൾ ആകാത്ത വേറൊരാളാ റിച്ച് മാൻ, ധനവാനായ ഒരുവൻ ക്രിസ്തുവിനെ അനുഗമിക്കാൻ വേണ്ടി വന്നു. പ്രൈസ് ഗാഡ്. ഞാനത് വായിക്കുന്നില്ല, കാരണം സമയക്കുറവ് മൂലം. മത്തായിലുണ്ടത്, പ്രൈസ് ഗാഡ്, മാർക്കിലുണ്ടത്. പുള്ളിയോട് കുറേ കാര്യങ്ങൾ പറഞ്ഞു. പുള്ളി പറഞ്ഞു, ഇതിലൊന്നും ഞാൻ ഇൻവോൾവ് അല്ല. ഐ എം എ പെർഫെക്റ്റ് പേഴ്സൺ. പ്രൈസ് ഗാഡ്, ഹല്ലേലൂയ. ഗുരു, ഞാനിതൊന്നും ചെറുപ്പത്തിൽ മുതലേ ഈ പറഞ്ഞ ഒന്നും ദുശീലങ്ങളൊന്നും എനിക്കില്ല, എനിക്കിങ്ങനെയുള്ള ഈ പന്ന സ്വഭാവങ്ങളൊന്നും ഇല്ല. പ്രൈസ് ഗാഡ്, ഹല്ലേലൂയ. എന്നാൽ 22-ാം വാക്യം പറയുമ്പോൾ അവൻ വളരെ സമ്പന്നനായതുകൊണ്ട് അവനൊത്തിരി ദുഃഖം വന്നു. ദൈവമക്കളെ, പലപ്പോഴും നമുക്ക് സന്തോഷമില്ലാത്ത വാക്കുകൾ കേൾക്കുമ്പോൾ നാം ദൈവസന്നിധിയിൽ നിന്ന് കേട്ടിട്ട് ദുഃഖിച്ച് മടങ്ങിപ്പോയി കഴിഞ്ഞാൽ അതിൻ്റെ അർത്ഥം നീ ഫെയിലിയറായി ആത്മീയമായിട്ട് എന്നാണ് അതിൻ്റെ അർത്ഥം. ഹല്ലേലൂയ. ദൈവത്തിന് മഹത്വം. ഇനി 5-ാമത്തെ ഒരാളുടെ പെട്ടെന്ന് ഞാൻ പറഞ്ഞെടുത്താം. ഹല്ലേലൂയ. ആരാന്നറിയാമോ? ഡെമാസ് അല്ലെങ്കിൽ ദിദിമോസ്. 2 തീമോത്തി 4:10. ഈ ലോകത്തെ സ്നേഹിച്ച് ഡെമാസ് എന്നെ വിട്ടുപോയി എന്ന് പൗലോസ് പറയുന്നു. ഡെമാസേ, നിന്നെ ആരും നിർബന്ധിച്ചിറക്കിയതല്ലോ, നിന്നെ ദൈവത്തിൻ്റെ ആത്മാവിനാൽ ഇറക്കപ്പെട്ടതല്ലേ, നീ സകലതും ദൈവസന്നിധിയിൽ സമർപ്പിച്ചിറങ്ങിയതല്ലേ. പക്ഷെ സാഹചര്യം വന്നപ്പോൾ നീ ലോകത്തെ സ്നേഹിച്ചു. ദേമാസേ, നിൻ്റെ ആരംഭ ദിവസങ്ങൾ നീ ഓർമ്മയുണ്ടോ? പക്ഷേ ഇപ്പോഴത്തെ ദിവസങ്ങൾ ഓർമ്മയുണ്ടോ? ദൈവത്തിന് മഹത്വം. ഇന്ന് രാത്രി നാം നമ്മെ തന്നെ ഒന്ന് ശോധന ചെയ്യുന്ന രാത്രിയായി തീരട്ടെ. ഹല്ലേലൂയ. ലവ് ഫോർ ദ വേൾഡ്, ലോകത്തെ താൻ സ്നേഹിച്ചു. ലെഫ്റ്റ് മിനിസ്ട്രി, ദൈവമേൽപ്പിച്ച ശുശ്രൂഷ, അത് വേണ്ടാന്ന് വിചാരിച്ചു. കാരണം ഇത് വെറും സിമ്പിളാണ്. മനസ്സിലായോ? ഈ മിനിസ്ട്രി വെറും സിമ്പിളാണെന്നേ. കുറച്ചും കൂടെ ഒക്കെ ഫേമസ് ആകാൻ ഈ മിനിസ്ട്രിയും കൊണ്ടൊന്നും പറ്റത്തില്ല. കുറച്ച് റിച്ച് മാൻ ആകണം. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. എന്നിട്ട് he chose comfort over calling. തൻ്റെ വിളിയെക്കാട്ടിലും ലോകത്തിൻ്റെ ശ്രേഷ്ഠമേറിയ ധനവും മാനവും തനിക്ക് നല്ലതെന്ന് ധരിച്ചതുകൊണ്ട് എൻ്റെ കർത്താവിൻ്റെ വേലയിൽ നിന്ന് ഹല്ലേലൂയ ഈ ദൈവദാസനെന്ന് പറയുന്ന തിരഞ്ഞെടുക്കപ്പെട്ട വ്യക്തിയും അൺസക്സസ്ഫുൾ പേഴ്സണായി പോകുവാൻ തക്കവണ്ണം ഇടയായി. സ്തോത്രം. നല്ല തുടക്കം മാത്രം പോരാ ഒരു ക്രിസ്തീയ ജീവിതത്തിൽ. അനുസരണമില്ലാത്ത ഹല്ലേലൂയ എല്ലാ വരങ്ങളും പരാജയപ്പെടും കേട്ടോ. പ്രൈസ് ഗാഡ്. സമർപ്പണമില്ലാത്ത ഒരു ജീവിതം ക്രിസ്തുവിൻ്റെ സന്നിധിയിൽ നിന്ന് നാം ഹല്ലേലൂയ സ്തോത്രം പരാജയമാകട്ടോ. ദൈവത്തിന് സ്തോത്രം. ജോസഫ് ദൈവത്തെ ഭയപ്പെട്ടു. സാംസൺ പ്ലേഡ് വിത്ത് സിൻ. ദൈവത്തെ ഒരുവൻ ഭയപ്പെട്ടപ്പോൾ സാംസൺ പാപത്തിൽ സന്തോഷം അനുഭവിച്ചുകൊണ്ടിരുന്നു. ഡേവിഡ് റിപ്പൻറ്റ്. ഹല്ലേലൂയ. ശൗൽ ജസ്റ്റിഫൈഡ് ഹിംസെൽഫ്. വളരെ ശ്രദ്ധിക്കണം. ഡേവിഡ് റിപ്പൻറ്റ്. നമ്മൾ ആഗ്രഹിക്കുന്നത് എൻ്റെ ജീവിതത്തിൽ മാനസാന്തരമാണ്, ഒരു തിരിഞ്ഞു നോട്ടം. അല്ലാതെ സ്തോത്രം സോളിനെ പോലെ ശൗലിനെ പോലെ സ്തോത്രം ഒരു ജസ്റ്റിഫൈഡ് ആകാനല്ല നാം ആഗ്രഹിക്കേണ്ടത്. ഞാനെന്ത് ചെയ്തു ഈ സോപാ എന്നൊക്കെ ഞാൻ കഴിഞ്ഞ ദിവസങ്ങളിൽ പറഞ്ഞ പോലെ ഒരു സെൽഫ് സാറ്റിസ്ഫാക്ഷന് വേണ്ടി ആഗ്രഹിക്കരുത്. പ്രൈസ് ഗാഡ്. ജോഷുവ ഒബൈഡ് ഫുള്ളി.
പൂർണ്ണമായിട്ട് ദൈവത്തെ അനുസരിച്ചു. സോൾ ഒബൈഡ് പാർഷ്യലി ആയിരുന്നു. സാഹചര്യം വരുമ്പോഴൊക്കെ ദൈവത്തെ താൻ അനുസരിച്ചു. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. പീറ്റർ വെപ്റ്റ് ആൻഡ് റിട്ടേൺ. പാപം ചെയ്തു. എന്ത് പാപമാണ്? യേശുവിനെ തള്ളി പറഞ്ഞു, എല്ലാം ചെയ്തു. പക്ഷേ താൻ റിപ്പൻറ്റ് ചെയ്തു. തൻ്റെ സ്വന്തം ജോലിക്ക് വേണ്ടിയൊക്കെ തിരിച്ചുപോയി. എന്നാൽ റിപ്പൻറ്റ് ചെയ്തു. ജൂദ റിഗ്രറ്റ് ചെയ്തില്ല. സ്തോത്രം, ഹല്ലേലൂയ. ബട്ട് ഡിഡ് നോട്ട് ഡിപ്പെൻഡ്. ഹല്ലേലൂയ. റിപ്പൻറ്റ് ഇല്ലാതെ സ്വന്തം ഡിപ്പെൻഡായിരിക്കുന്ന മറ്റൊരുവരിൽ ആശ്രയിച്ച് ഒരു മാനസാന്തരം പറ്റാത്ത ജൂദ അങ്ങനെ അൺസക്സസ്ഫുള്ളായ പേഴ്സണായിപ്പോയി. ഹല്ലേലൂയ. ഇന്ന് രാത്രിയിൽ നാം ഒരു നിമിഷം ഒന്ന് ചിന്തിക്കുമോ, എനിക്ക് കർത്താവ് തരുന്ന എൻ്റെ ആയുസ് മുഴുവനും ഞാനൊരു സക്സസ്ഫുൾ പേഴ്സൺ ആകുവാൻ എനിക്കിടയാകുമോ? പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. നാം അല്പസമയം ദൈവസന്നിധിയിൽ ആരാധിക്കാൻ പോവുകയാണ്. ആ ആരാധന കഴിഞ്ഞ് കഴിയുമ്പോൾ നമ്മുടെ ലൈവ് അത് സ്റ്റോപ്പാകും. ദൈവമക്കളെ, ഒരു നിമിഷം നാം എഴുന്നേറ്റ് നിൽക്കുമോ? നമ്മുടെ ജീവിതത്തിൽ ആർ വി സക്സസ്ഫുൾ പേഴ്സൺ? ഒരു വിജയാളിയാണെന്ന് പറയാൻ പറ്റുമോ? നാം എവിടെയൊക്കെയാണ് തോൽവി പറ്റിയത്? നാം ആർക്കാ കൂടുതൽ പ്രയോറിറ്റി കൊടുത്തത്? കുടുംബത്തിൽ